ഹലോ കുട്ടികളെ, ഇന്ന് നമ്മൾ ഒരു റിവിഷൻ ക്ലാസ് ആണ് ചെയ്യുന്നത്. അസസ്മെൻറ്റ് ഫോർ ലേണിങ്ങിലെ 4ാമത്തെ യൂണിറ്റ് ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻ്റ് ആണ് ഇന്ന് നമ്മൾ റിവൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റിവിഷൻ ക്ലാസ്സസ് ഒക്കെ ഞാൻ മുന്നേ പറഞ്ഞിട്ടില്ല, ഇന്ന് പറയുകയാണ്. റിവിഷൻ ക്ലാസ്സസുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എക്സാമിന് പോകാൻ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ എക്സാമിൻ്റെ ഒരു തലേ ദിവസം ബുക്കും പേപ്പറും പേനയൊക്കെ ആയിട്ട് ഇരുന്ന് ഫുള്ള് വായിച്ചുണ്ടാക്കാൻ എന്തെങ്കിലും കാരണവശാൽ നേരം കിട്ടാണ്ടിരിക്കുമ്പോൾ ഒക്കെ എന്നാൽ നമുക്ക് ഒരു എക്സാം ആങ്സൈറ്റി ഉണ്ടാവുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഒന്ന് കേൾക്കുക, മേജർ പോയിന്റ്സ് ഒക്കെ ഒന്ന് കേൾക്കുക, അതിൻ്റെ കണ്ടൻ്റൊക്കെ ഒന്ന് ക്രിസ്പായിട്ട് എന്താണെന്നുള്ളത് കേൾക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൽ മാത്രമാണ് ഈ റിവിഷൻ ക്ലാസ്സസ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ എല്ലാ പോയിന്റ്സും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ പോയിട്ട് തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാം. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസിലാണ് നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുള്ളൂ. ഇത് വളരെ ക്രിസ്പായിട്ട് പോയിൻറ്റ്സ് എന്താ പറയണം എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുള്ളൂ. പെട്ടെന്നൊന്ന് ഓടിച്ച് കേൾക്കാനുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്യുന്നതാണ് ഈ റിവിഷൻ ക്ലാസ്സസ്. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സിലബസിൽ പറഞ്ഞ ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റിൻ്റെ പേര് തന്നെയാണ്. എന്തൊക്കെയാണ് അസസ്മെൻറ്റിലുള്ള ക്ലാസ് റൂം അസസ്മെൻറ്റിലെ മേജർ ഇഷ്യൂസ് എന്തൊക്കെയാണെന്നുള്ളത്, അതാണ് ആദ്യത്തെ ടോപ്പിക്ക് വരുന്നത്. അപ്പോൾ അതിൽ ഒരു 3-4 ഇഷ്യൂസ് പറയുന്നുണ്ട്. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി, ഡൊമൈൻ ഡിപ്പെൻഡൻസി, ദ മെഷർമെൻറ്റ് ഇഷ്യൂ ആൻഡ് ദ സിസ്റ്റം ഇഷ്യൂ, ഇതും പറയുന്നുണ്ട്. അടുത്ത വരുന്ന ടോപ്പിക്ക് റീഫോംസ് ഇൻ അസസ്മെൻ്റ് ആണ്. അസസ്മെൻറ്റിൽ വന്ന പുതിയ കാര്യങ്ങൾ, ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ്, IBA, ഓൺലൈൻ, ഓൺ ഡിമാൻഡ്, അതൊക്കെ എന്താണെന്ന് നമ്മൾ പറയും. പിന്നെ എക്സാമിനേഷൻ റീഫോം റിപ്പോർട്ട്സ്, ഓരോ കമ്മിറ്റീസും കമ്മീഷൻസും ഒക്കെ വന്നിട്ട് അവർ എക്സാമിനേഷനിൽ റീഫോംസ് എന്തൊക്കെയാണ് നടത്തി എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ ഈ 3 ടോപ്പിക്സാണ് ഇതിൽ മേജറായിട്ടുള്ള പോർഷൻസ് ആണ് ഇതിൽ പഠിക്കാറുള്ളൂ. വളരെ ചെറിയ യൂണിറ്റാണ്, പക്ഷേ പഠിക്കാൻ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എക്സാമിനേഷൻ റീഫോം റിപ്പോർട്ട്സ് എന്നൊക്കെ പറയുന്നത് ഓരോ കമ്മീഷനും കമ്മിറ്റിയും എന്താ പറഞ്ഞതെന്നുള്ളത് കൃത്യമായിട്ട് അറിയണം. കുറച്ച് ട്രിക്കിയും കൂടിയാണ്, ഈസി ആണെങ്കിൽ പോലും അങ്ങോട്ടും മാറിപ്പോകരുത്. ചിലപ്പോൾ ഓപ്പൺ ബുക്ക്, ചില കമ്മീഷൻസ് ഓപ്പൺ ബുക്ക് ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അസസ്മെൻറ്റിന്, ചിലവർ CC സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഏതാണെന്നുള്ളത് കമ്പയർ ചെയ്ത് പഠിച്ചു വെക്കണം. അങ്ങനെ ഒന്ന് ഓർമ്മയിൽ വെക്കണം. അങ്ങനെ ഒരു കാര്യമുണ്ട് ഈ യൂണിറ്റിൽ, ശ്രദ്ധിക്കണം. അടുത്ത് നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്, മേജർ ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇഷ്യൂസ് ഏതൊക്കെയാണ്. കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെൻറ്റ് ഉണ്ട്, പുവർ ടെസ്റ്റ് ക്വാളിറ്റി ഉണ്ട്, ഡൊമൈൻ ഡിപ്പെൻഡൻസി ഉണ്ട്, മെഷർമെൻറ്റ് ഇഷ്യൂ ഉണ്ട്, പിന്നെ ഇത് സിസ്റ്റം ഇഷ്യൂ. ഈ 5 എണ്ണമാണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് ഇൻ ക്ലാസ് റൂം അസസ്മെൻറ്റ്. ഇനി ഓരോന്നും എന്താണെന്ന് നോക്കാം നമുക്ക്. ആദ്യം പറയുന്നത് കമേഴ്ഷ്യലൈസേഷൻ ഓഫ് അസസ്മെൻ്റ് ആണ്. അപ്പോൾ അസസ്മെൻറ്റിനെ നമ്മൾ വാണിജ്യവൽക്കരിക്കുക, അതുകൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ പറയുന്നത്. വാണിജ്യവൽക്കരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നമ്മൾ എന്ത് ചെയ്യണം. ഇപ്പോൾ സാധനം വാങ്ങിക്കണം. ഇപ്പോൾ നമ്മൾ ഓണം വിഷു ഒക്കെ ആകുമ്പോൾ ഇപ്പോൾ റെഡിമെയ്ഡ് സദ്യ കിട്ടും. അതൊരു ഏതാണ്ട് കമേഴ്ഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു അവസ്ഥയാണ് നമ്മുടെ സദ്യകളൊക്കെ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സദ്യ വാങ്ങിക്കുമ്പോൾ അതിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ അമ്മമ്മയും അച്ഛമ്മയൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിൽ കിട്ടണം എന്ന് പറയുന്നത് സാധ്യമാവില്ല. ആ ഒരു ക്വാളിറ്റി ഉണ്ടാവണം എന്നുള്ളത് നിർബന്ധം പിടിക്കാൻ നമുക്ക് പറ്റില്ല. വാങ്ങിക്കുന്നതിനനുസരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ കാശ് കൊടുക്കുന്നതിനനുസരിച്ചിട്ടുള്ള അത്രയും കൂട്ടുകറികളൊക്കെ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ നമ്മൾ 5 കൂട്ട് കറിക്കുള്ള കാശാണ് കൊടുത്തെങ്കിൽ അത്രയല്ലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് 5 കൂട്ട് കറിക്കുള്ള കാശ് കൊടുത്തിട്ട് 10 തരം കറി വേണമെന്ന് നമ്മൾ ആവശ്യപ്പെടാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മൾ ഈ റെഡിമെയ്ഡായിട്ട് അസസ്മെൻറ്റ് ടൂൾസ് അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഒക്കെ ചിലപ്പോൾ ക്വാളിറ്റിയിൽ തന്നെ അത്ര നമ്മൾ ഉദ്ദേശിക്കുന്ന അത്ര ഹൈ ക്വാളിറ്റി സാധനം കിട്ടിക്കോളണം നിർബന്ധം ഉണ്ടാവില്ല. അതേപോലെ അതിൻ്റെ ഒരു റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയമായിരിക്കും നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുമ്പോൾ. വെച്ചാൽ അവരതൊരു ബിസിനസ് പോലെ ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും അല്ലെങ്കിൽ സ്റ്റഡി മെറ്റീരിയൽ ആയാലും ഉണ്ടാക്കുന്നവർ നമ്മൾ ഇരിക്കുന്ന കുട്ടികളുടെ ഒരു എന്താണ് അവരുടെ ഒരു മെൻ്റൽ എബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റാറ്റസ് എന്താണ്, അവർ നിൽക്കുന്ന പോയിന്റ് എന്താണ്, ലേണിംഗ് സ്റ്റാറ്റസ് എന്താണെന്നൊന്നും അറിഞ്ഞിട്ട് ചെയ്യുന്നതല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റിയും റിലയബിലിറ്റിയും വാലിഡിറ്റിയും ഒക്കെ പ്രശ്നം ഉണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ ഒരു പ്രിൻസിപ്പിൾസോ സ്റ്റാൻഡേർഡ് പ്രിൻസിപ്പിൾസോ ഒക്കെ ഫോളോ ചെയ്തിട്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതുണ്ടാക്കിയതൊന്നും നിർബന്ധമില്ല. നമ്മളിപ്പോൾ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ബ്ലൂ പ്രിൻ്റ് വെച്ചിട്ട് അത്രയും കൃത്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്തിട്ട് ആയിരിക്കണം എന്നൊന്നും നിർബന്ധമില്ല. അപ്പോൾ അവിടെ ഒരു അസസ്മെൻറ്റിൽ അങ്ങനെയൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് അസസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ക്വാളിറ്റിയിലുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്.
ഇനി അടുത്തത് പറയുന്നത് പുവർ ടെസ്റ്റ് ക്വാളിറ്റി. ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, നല്ല ക്വാളിറ്റി ഉള്ള ടെസ്റ്റ് അല്ല നമ്മൾ നടത്തുന്നതെങ്കിൽ അതിൽ നമ്മുടെ അസസ്മെൻറ്റും പാളിപ്പോവും. നമ്മുടെ ടെസ്റ്റ് നടത്തുന്നതിൻ്റെ ക്വാളിറ്റി ഒരു സർട്ടൻ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണില്ലെങ്കിൽ നമ്മുടെ ക്ലാസ് റൂം ടെസ്റ്റുകളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോവും. അത് ചിലപ്പോൾ ടീച്ചേഴ്സിനുള്ള എക്സ്പെർട്ടൈസിലുള്ള കുറവും കൊണ്ടായിരിക്കും. ക്ലാസ് റൂമിൽ അസസ്മെൻറ്റ് നടത്തുന്നതിൽ തന്നെ നമുക്ക് പല രീതിയിൽ അസസ്മെൻറ്റുകൾ നടത്താറ്. ഇപ്പോൾ പ്രൊജക്റ്റോ അസൈൻമെൻറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂൾ ഉപയോഗിച്ചിട്ടുള്ള അസസ്മെൻറ്റ് നടത്തുകയൊക്കെ ആയാലും ടീച്ചർക്ക് ചിലപ്പോൾ അത് ചെയ്യാനുള്ള ഒരു പ്രാവീണ്യം അത്ര ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ക്വാളിറ്റിയും കുറയുന്നത്. അപ്പോൾ ടീച്ചേഴ്സിനെയൊക്കെ നമ്മൾ അത്രയും നല്ല രീതിയിൽ മേക്കപ്പ് ചെയ്ത് അവരെ അത്രയും രീതിയിൽ ട്രെയിൻ ചെയ്ത് എടുക്കണം. അതിന് പ്രാക്ടീസൊക്കെ കൊടുത്തിട്ട് ട്രെയിൻ ചെയ്തെടുക്കണം. പിന്നെ നമ്മളായാലും പെട്ടെന്ന് വന്നിട്ട് ഒരു ടെസ്റ്റ് പേപ്പർ നടത്തണം. അപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ നിങ്ങൾ പോകുമ്പോൾ അടുത്ത അവർ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകാണ്ട്, ചിലപ്പോൾ നിങ്ങളുടെ ലാബിലേക്ക് എന്തെങ്കിലും സാധനം വന്നിട്ടുണ്ടെന്ന് സ്റ്റോറിൽ നിന്ന് വിളി വന്നു. അപ്പോൾ ആ സയൻസ് ടീച്ചർക്ക് എന്ത് വാങ്ങിക്കണം, അത് വാങ്ങിക്കാൻ ഒരു ലെൻസോ കോൺകേവ് കോൺവെക്സ് ലെൻസൊക്കെ വാങ്ങിക്കാൻ പോകണം. ഇപ്പോൾ പോയാലേ കിട്ടുള്ളൂ എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ അടുത്ത അവർ എൻ്റെ ക്ലാസ് കയറണം, നിങ്ങൾ കയറണം. നിങ്ങളൊരു സയൻസ് ടീച്ചറാണ്, പ്രോസ്പെക്റ്റീവ് സയൻസ് ടീച്ചറാണെങ്കിൽ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇന്നൊരു എക്സാം പറഞ്ഞിരിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പറൊന്നും ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ ആ എക്സാം നടത്തിക്കോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്നൊന്ന് അന്താളിച്ച് പോകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, വേഗം ടെക്സ്റ്റ് ബുക്ക് എടുക്കും, ഏതാണോ പറഞ്ഞ യൂണിറ്റ് ആ യൂണിറ്റിൽ നിന്ന് പെട്ടെന്ന് കാണുന്ന മേജർ ടോപ്പിക്സൊക്കെ വെച്ചിട്ട് ഒരു ചോദ്യം, എന്നാൽ എന്ത് എന്നുള്ള ടൈപ്പ് ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ഇതാക്കും. അത് നമ്മൾ റോഡ് മെമ്മറൈസേഷനെയാണ് മിക്കവാറും അങ്ങനെ നമ്മൾ അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമ്മുടെ റോഡ് മെമ്മറൈസേഷൻ, കുട്ടികളുടെ റോഡ് മെമ്മറൈസേഷനെയാണ് അതിന് ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കുക. അല്ലാണ്ട് അവിടെ എല്ലാ ഹയർ ഓർഡർ തിങ്കിങ് സ്കില്ലുകളും നമ്മുടെ അല്ലാതെ ലോവറായിട്ടുള്ള ബിലോ ആവറേജ് കുട്ടികളെ കാറ്റർ ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ടായിക്കൊള്ളുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടാക്കുന്ന ടെസ്റ്റ് ഐറ്റത്തിൽ എന്തുണ്ടാവില്ല, ക്വാളിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മുടെ അസസ്മെൻറ്റിനെ ബാധിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കി വിടുമ്പോൾ അത് വെച്ചിട്ട് നമ്മളെ കുട്ടികളെ അസസ് ചെയ്യുമ്പോൾ ആ അസസ്മെൻറ്റിൻ്റെ ക്വാളിറ്റി അത്ര നല്ലൊരു ക്വാളിറ്റി ഉള്ള അസസ്മെൻ്റ് ആയിക്കൊള്ളണമെന്നില്ല. അടുത്തത് ഡൊമെയിൻ ഡിപ്പെൻഡൻസിയാണ്. ഡൊമെയിൻ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു സബ്ജക്റ്റ് ടീച്ചർ, ഞാൻ ഇപ്പോൾ ഫിസിക്സ് എടുക്കുകയാണ്, ഫിസിക്സിൻ്റെ ടീച്ചറാണെങ്കിൽ എനിക്ക് ആ സബ്ജക്റ്റിൽ എൻ്റെ സബ്ജക്റ്റ് ഡൊമെയിൻ എന്ന് പറയുന്നത് ഫിസിക്സ് ആണ്. അപ്പോൾ എനിക്കതിൽ ഞാൻ എടുക്കുന്നത് ഹൈസ്കൂൾ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഫിസിക്സ് കണ്ടൻറ്റിൽ എനിക്ക് അത്യാവശ്യം നോളജ് ഉണ്ടാവണം. അതിൽ ഞാൻ അപ്ഡേറ്റഡ് ആയിരിക്കും വേണം. അപ്പോൾ അതിനൊരു അപ്ലിക്കേഷൻ ലെവൽ ചോദ്യം കൊടുക്കാനോ അതിന് ആ രീതിയിൽ കുട്ടികൾക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ, അല്ലെങ്കിൽ ആ രീതിയിൽ കുട്ടികളെ അസസ് ചെയ്യാൻ, അവരുടെ സ്കില്ലുകളൊക്കെ അസസ് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു സബ്ജക്റ്റ് നോളജ് എനിക്കുണ്ടാവണം. അങ്ങനെയുള്ള നോളജുള്ള ടീച്ചേഴ്സ് ആകുമ്പോഴാണ് ആ കുട്ടീനെ, ഇപ്പോൾ ഒരു ഫിസിക്സ് ടീച്ചറുടെ ക്ലാസ്സിൽ, ഫിസിക്സിൻ്റെ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ്സിലൊരു 30-35 കുട്ടികളുണ്ടെങ്കിൽ ആ രീതിയിൽ എനിക്ക് കുട്ടികളെ അസസ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മളൊരു ചോദ്യ പേപ്പർ കൊടുത്ത് ചോദ്യം ആ ആൻസർ ഷീറ്റിൽ എഴുതുന്ന ഉത്തരത്തിൻ്റെ ബേസിലല്ല നമ്മൾ കുട്ടികളെ അസസ് ചെയ്യുക, അളക്കുക. ചിലപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നതായിരിക്കാം. അപ്പോൾ ആ എക്സ്പെരിമെൻറ്റിൽ ചിലപ്പോൾ ആ കുട്ടിയുടെ ഒരു ക്രിയേറ്റിവിറ്റി എന്തെങ്കിലും ഉണ്ടായിരിക്കും ഒരു കുട്ടി ചെയ്യുന്നത്. ചില പിള്ളേരൊക്കെ, പ്രത്യേകിച്ചും ജനറലി എപ്പോഴും എല്ലാവരും എന്നല്ല പറയണേ, ആൺപിള്ളേർക്കൊക്കെ കുറച്ചും കൂടെ ഇങ്ങനെ ടെക്നിക്കൽ സ്കില്ല് പൊതുവേ കൂടുതലാണ്. ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്ത് അങ്ങനൊരു പ്രവണത ഉണ്ടായിരുന്നു, കുറച്ചും കൂടെ ടെക്നിക്കൽ സ്കില്ല് കൂടുതലായിരിക്കും. അപ്പോൾ അവർ ബുക്ക് എടുത്ത് വായിച്ച് പഠിച്ച് പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടിക്കൊള്ളണമെന്നൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവർ ഈ ലാബിലൊക്കെ പോയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് എന്തെങ്കിലും അപ്പുറത്തു കൂടെയൊക്കെ കൊടുത്ത് ഇപ്പുറത്തു കൂടെ അതങ്ങനെ ആണ്ട് ശരിയാക്കി എടുക്കും. ആ എക്സ്പെരിമെൻ്റ് എന്നുള്ളത് അതാണ്ട് ശരിയാക്കി എടുക്കും, കറക്റ്റാക്കിയിട്ട് അവിടെയും ഇവിടെയൊക്കെ വെച്ച് നോക്കിയിട്ട് അങ്ങനെ മാറ്റി മറിച്ചൊക്കെ ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയുള്ള ക്രിയേറ്റീവായിട്ടുള്ള സ്കില്ലുകൾ കുറച്ചും കൂടി ചെയ്യാനുള്ള ടെക്നിക്കൽ സ്കില്ലുകളൊക്കെ ഉണ്ടാവും. പെൺകുട്ടികൾക്ക് ഇല്ല എന്നല്ല, എൻ്റെ ക്ലാസ്സിലൊക്കെ അങ്ങനെ ഒരു പയ്യനൊക്കെ ഉണ്ടായിരുന്നു. അവൻ പഠിക്കാൻ കുറച്ച് മുന്നിലേക്കാണെങ്കിലും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര സ്കിൽഡായിരുന്നു. അപ്പോൾ ആ ടീച്ചർ എന്ത് ചെയ്യുമായിരുന്നു, ഞങ്ങളുടെ ടീച്ചർ എന്ത് ചെയ്യുമായിരുന്നു, അവൻ അതിൽ നല്ല പരിപോഷിപ്പിക്കുമായിരുന്നു. അപ്പോൾ ആ ടീച്ചർക്ക് എന്തുണ്ടാവണം, ഈ സബ്ജക്റ്റിൽ ആ നോളജ് ഉണ്ടാവണം, ഈ കുട്ടി ചെയ്യുന്നത് ശരിയാണ്. അല്ലാണ്ട് അപ്പാരറ്റസ് കേടെടുത്തുക എന്നുള്ള തോന്നലുണ്ടായിക്കഴിഞ്ഞാൽ എന്തായി, അവിടെ ടീച്ചറുടെ കുട്ടീനെ അളക്കാനുള്ള സ്കില്ല് ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ടീച്ചർക്കും ആ ടീച്ചർ പഠിപ്പിക്കുന്ന ഏരിയയിൽ നല്ല നോളജ് ഉണ്ടാവണം. ആ നോളജ് വെച്ചിട്ട് വേണം കുട്ടികൾ ആ സബ്ജക്റ്റിൽ എത്രത്തോളം നല്ലതായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അസസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത്തരം
സബ്ജക്റ്റ് നോളജ് ഇല്ലാത്ത ടീച്ചേഴ്സ് അസസ് ചെയ്യുമ്പോൾ അവിടെ ഒരു അസസ്മെൻറ്റ് ക്വാളിറ്റിയിൽ ഒരു കുറവ് വരും എന്നാണ് പറയുന്നത്. അടുത്തത് ദ മെഷർമെൻറ്റ് ഇഷ്യൂ. നമ്മൾ അസസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ നമ്മൾ മെഷർ ചെയ്യുമല്ലോ. നമ്മൾ അസസ്മെൻറ്റ്, മെഷർമെൻറ്റ്, ഇവാലുവേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞു. നമ്മളപ്പോൾ ഇങ്ങനെ അസസ്മെൻറ്റിൽ നമ്മൾ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യും. അതായത് ഒരു കുട്ടീനെ പറ്റിയിട്ട് നമ്മൾ വിവരങ്ങൾ എടുക്കും, അതിനെ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യും, അതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യും, മാർക്കിൻ്റെ ബേസിലൊക്കെ ആയിട്ട് റിപ്പോർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ മെഷർ ചെയ്യുമ്പോൾ ചില എററുകളോ ബയസസുകളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സോഴ്സസിൽ നിന്ന് ഇൻഫർമേഷൻ എടുക്കണം. ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാം, നമുക്ക് ഇൻറ്റേർണൽ 2-3 ഇൻറ്റേർണലുകൾ നടത്തിയിട്ട് അതിനെ സം ചെയ്ത് അതിൽ നിന്നൊരു ആവറേജ് എടുത്തിട്ടാണ് നമ്മുടെ ടോട്ടൽ ഇൻറ്റേർണൽ മാർക്കിൽ, ഇൻറ്റേർണൽ എക്സാംസ് ഒക്കെ നടത്തുമ്പോൾ 3-4 എണ്ണമൊക്കെ നടത്തിയിട്ട് അതിൽ നിന്നൊരു ആവറേജ് എടുത്തിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക, നമ്മുടെ ഇൻറ്റേർണൽ മാർക്സ് ഇടുക. അതെന്ന് പറയുന്നത് എന്താ, ഒരെണ്ണം മാത്രമാകുമ്പോൾ അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു എറർ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ കുറേ എണ്ണം എടുത്തിട്ടാകുമ്പോൾ സാധാരണ നമ്മൾ ലാബിലൊക്കെ റീഡിങ് എടുക്കണ മാതിരി തന്നെ ഒരൊറ്റ റീഡിങ് വെച്ചിട്ട് ആ ഉത്തരം കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർത്തില്ല. കുറേ റീഡിങ് എടുത്ത് അതിൻ്റെ ആവറേജ് എടുക്കുക ചെയ്യാം. അപ്പോൾ എറർ അത്രയും കുറയ്ക്കും ആവറേജ് എടുക്കുമ്പോൾ. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, മൾട്ടിപ്പിൾ ഡാറ്റ സോഴ്സസ് ഉപയോഗിച്ചിട്ട് വേണം കുട്ടികളെ അസസ് ചെയ്യാൻ. ഇപ്പോൾ കുറേ എക്സാം നടത്തുകയാണെങ്കിൽ കുറേ എക്സാമുകൾ നടത്തുക, 3-4 നടത്തുക, അതിൻ്റെ ഒരു ആവറേജ് എടുക്കുക. ചിലപ്പോൾ നമ്മളത് മാർക്ക് ഇടുന്നതിലുള്ളൊരു പ്രശ്നം പറ്റിയത് കൂടെ ആവാം. കഴിഞ്ഞ കലോത്സവത്തിലൊക്കെ കേട്ടായിരുന്നു, ആദ്യം അനൗൺസ് ചെയ്യുമ്പോൾ എ ഗ്രേഡ് ആയിരുന്നു, പക്ഷേ അത് സൈറ്റിൽ കയറ്റിയപ്പോൾ എ ഗ്രേഡ് മാറിപ്പോയി എന്നുള്ളത് ഏതോ ഒരു ഐറ്റത്തിൻ്റെ. അത് നമ്മളും മനുഷ്യന്മാരാണ്, എന്തെങ്കിലും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലോ അപ്ലോഡ് ചെയ്യുന്നതിലോ ഒക്കെ ഒരു വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ കുറേ എണ്ണം ചെയ്തിട്ട് ആവറേജ് എടുക്കും, വീണ്ടും നോക്കി നല്ല സൂക്ഷിച്ചൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്തുണ്ടാവും, ആ അസസ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കുറച്ചും കൂടെ എൻഹാൻസ് ചെയ്യാം. പിന്നെ അത് സിസ്റ്റം ഇഷ്യൂ ആണ്. സിസ്റ്റം ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ, എഡ്യൂക്കേഷൻ എന്നുള്ള സെക്ടർ, ആ സിസ്റ്റത്തിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ അസസ്മെൻറ്റിനെ ബാധിക്കും, നമ്മുടെ ക്ലാസ് റൂം അസസ്മെൻറ്റിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഫോർമേറ്റീവും സമ്മേറ്റീവും അസസ്മെൻറ്റ് നമ്മുടെ അറ്റ് പ്രസൻറ്റ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഈ ഫോർമേറ്റീവും സമ്മേറ്റീവും അസസ്മെൻറ്റ് രണ്ടും ഒരേപോലെ പോകണം, ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് ആണ്. നല്ല കൊഹറൻസിൽ നല്ലപോലെ പോകണം. അല്ലാണ്ട് ഫോർമേറ്റീവ് അസസ്മെൻറ്റ് അതിൻ്റെ ഒരു വഴിക്കും സമ്മേറ്റീവ് അസസ്മെൻറ്റ് അതിൻ്റെ മറ്റേ വഴിക്കും കൂടെ പോയി കഴിഞ്ഞാൽ രണ്ടും കൂടി ഒരു കാലത്തും ഒരു പോയിന്റിലും കൂട്ടിമുട്ടുന്നില്ലെങ്കിൽ അത് വല്ലാത്തൊരു പ്രശ്നമായിരിക്കും അസസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇയർ എൻഡിൽ അല്ലെങ്കിൽ സെം എൻഡിൽ നടത്തുന്ന സമ്മേറ്റീവ് അസസ്മെൻറ്റിൻ്റെ ഒരു ചെറു രൂപങ്ങളൊക്കെ നമ്മൾ എന്തുണ്ടാവണം, ഫോർമേറ്റീവ് അസസ്മെൻറ്റിൽ നടത്തി പോയിട്ടുണ്ടാവണം. അല്ലെങ്കിൽ എന്തുണ്ടാവും, നമ്മുടെ അസസ്മെൻറ്റ് മൊത്തത്തിൽ പാളിപ്പോകും. അതേപോലെ നമ്മുടെ ലേണിംഗ് ഗോൾസുകളും ലേണിംഗ് ഔട്ട്കമ്മുകളൊക്കെ അച്ചീവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ അതേപോലെ സമ്മേറ്റീവ് അസസ്മെൻറ്റുകളൊക്കെ മൾട്ടിപ്പിൾ ചോയ്സ്, ഷോർട്ട് ആൻസർ ഫോർമാറ്റ് അങ്ങനെയുള്ളതിലേക്ക് തന്നെ ലിമിറ്റ് ചെയ്തിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മുടെ ലേണിംഗ് ആസ്പെക്ട്സുകൾ, ലേണിംഗ് ഔട്ട്കംസിനനുസരിച്ചിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ അസസ്മെൻറ്റുകൾ നടത്താൻ. എന്തൊക്കെ ലേണിംഗ് ഔട്ട്കം കുട്ടികൾക്ക് കിട്ടണം എന്നുള്ളത് ആദ്യമേ നമ്മൾ മനസ്സിലാക്കുക. അതിനനുസരിച്ചിട്ട് വേണം സമ്മേറ്റീവ് ആയാലും ഫോർമേറ്റീവ് ആയാലും അസസ്മെൻറ്റുകളെ ഡിസൈൻ ചെയ്യാൻ. ഇനി ഇത് രണ്ടും ഡിസൈൻ ചെയ്യുമ്പോൾ എന്തായിരിക്കണം, രണ്ടും ഏതെങ്കിലും ഒരു പോയിന്റിൽ വെച്ചിട്ടെങ്കിലും മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. രണ്ടും നമ്മൾ അച്ഛൻ കൊമ്പത്തും അമ്മ വരമ്പത്തും എന്ന് പറയുന്ന പോലെ രണ്ട് അറ്റത്ത് പോവാതെ രണ്ടിനെയും കൂടി കൂട്ടി ഇണക്കി ഒരു യോജിപ്പിൽ കൊണ്ടുപോകാനുള്ള ഇതുണ്ടാവണം. അല്ലെങ്കിലൊക്കെ ഈ അസസ്മെൻറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെയൊക്കെയാണ് അസസ്മെൻറ്റിൽ ഇഷ്യൂസ് വരിക. ഇത്രയും പോയിന്റ്സ് ആണ് നമുക്ക് ക്ലാസ് റൂം അസസ്മെൻറ്റിൽ എന്തൊക്കെ ഇഷ്യൂസ് ആണെന്നുള്ളതുള്ളത്. ഇനി റീഫോംസ് ഇൻ അസസ്മെൻ്റ് ആണ് പറയാനുള്ളത്. ഇവിടെ 4 മേജറായിട്ടുള്ള റീഫോംസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ഉണ്ട്, ഇൻ്റർനെറ്റ് ബേസ്ഡ് അസസ്മെൻ്റ് ഉണ്ട്, ഓൺലൈൻ അസസ്മെൻറ്റ്, ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റ്. പുതിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് വന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ റീഫോംസ് ഇൻ അസസ്മെൻ്റ് കൊണ്ട് അസസ്മെൻറ്റിൽ വന്നിട്ടുള്ള പുതിയ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിലാദ്യം പറയുന്നത് ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ആണ്. ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ഒക്കെ നമുക്ക് കേട്ട് പരിചയം ഉണ്ടാവും, നമ്മളൊക്കെ ആഗ്രഹിച്ചിരിക്കുന്നതാണ്. എന്ത് വേണം, ഇങ്ങനെ അതായിരുന്നെങ്കിൽ, ഈ ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ആയിരുന്നെങ്കിൽ, നമ്മൾ പരീക്ഷയ്ക്ക് ബുക്ക് തുറന്ന് വെച്ച് എഴുതുക എന്ന് പറയില്ലേ, അതാണ് ഈ ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റെഫറൻസ് മെറ്റീരിയൽ നമുക്ക് എക്സാം ഹോളിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ വെച്ചിട്ട് നോക്കി എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള ടൈപ്പ് അസസ്മെൻറ്റ്, അതിനെയാണ് ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റ് എന്ന് പറയുക. ഈ ഗവൺമെൻറ് സർവീസിലൊക്കെ കയറി കഴിഞ്ഞാൽ അവരുടെ സർവീസ് ടെസ്റ്റുകളൊക്കെ ഉണ്ടാവുമല്ലോ,
അതൊക്കെ ഒരു ഇതൊക്കെ ഓപ്പൺ ബുക്ക് അസസ്മെൻറ്റുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഓപ്പൺ ബുക്ക് അസസ്മെൻ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പഠിക്കണ്ട, നല്ല സുഖമാണ്, പോവുക ബുക്ക് നോക്കുക, ആ ബുക്ക് ഉണ്ടായാൽ മതി, ഏത് ബുക്കാച്ചാൽ അത് ഉണ്ടായാൽ മതി എന്ന് വിചാരിക്കും. പക്ഷെ അതുപോലെ എല്ലാ കാര്യങ്ങളും അതിനായാലും കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി അതിനെ പറ്റിയിട്ടൊരു അറിവുണ്ടാവണം, പഠിച്ചിട്ടുണ്ടാവണം എന്തായാലും. നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂറിൻ്റെ എക്സാം ആണെന്നുണ്ടെങ്കിൽ ഇത്രയൊക്കെ കട്ടിയുള്ള ബുക്കാണെങ്കിൽ ഈ 3 മണിക്കൂർ കൊണ്ട് ആദ്യമായിട്ട് ആ ബുക്ക് കാണുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൽ ആദ്യത്തെ പേജിലാണോ അവസാനത്തെ പേജിലാണോ എന്ന് അറിയാത്ത അവസ്ഥയും. അപ്പോൾ അത് എവിടെയാണ് കിടക്കണമെന്ന് അറിയണം. ചിലപ്പോൾ നമുക്ക് 2 ലൈനേ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു എസ്സേ ആയിരിക്കും, അതിനങ്ങനെ മാറ്റി എഴുതാനുള്ള ഒരു സ്കില്ല് ഉണ്ടാവണം. അപ്പോൾ നമ്മുടെ റോഡ് മെമ്മറൈസേഷനെ മാറ്റി നിർത്തിയിട്ട് ക്രിട്ടിക്കൽ ക്രിയേറ്റീവ് തിങ്കിങ് ഒക്കെ അവിടെ എൻഹാൻസ് ചെയ്യുക ചെയ്യുന്നത്. നമ്മളല്ലാതെ കാണാപ്പാഠം പഠിച്ച് അതേപോലെ ഇങ്ങനെ ഓർത്തിങ്ങനെ എഴുതണം, അത് മാറും. നമുക്ക് പോയിന്റ്സ് കിട്ടും. പോയിന്റ്സിനെ വേണമെങ്കിൽ നമുക്ക് എന്താക്കാം, 2 പോയിന്റ്സിന് വേണമെങ്കിൽ 10ഓ 20ഓ പോയിന്റ്സ് ആക്കാനുള്ള കഴിവും, അല്ലെങ്കിൽ 10ഓ 20ഓ പോയിന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ 2 പോയിന്റ്സിലേക്ക് ചുരുക്കാനുള്ള കഴിവൊക്കെ അവിടെ ഉണ്ടാവണം. പ്രോബ്ലം സോൾവിങ് സ്കില്ലുകളൊക്കെ അവിടെ ഉണ്ടാവും. ഇത് തന്നെ 2 തരത്തിലുണ്ട്, റെസ്ട്രിക്റ്റഡ് ടൈപ്പും അൺറെസ്ട്രിക്റ്റഡ് ടൈപ്പും. റെസ്ട്രിക്റ്റഡ് ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എക്സാം നടത്തുന്ന ബോർഡ് അല്ലെങ്കിൽ ആരാണോ എക്സാം കണ്ടക്ട് ചെയ്യണത് അവരുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിൻ്റെ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ CBSE ICSE അവരൊക്കെ ആണെങ്കിൽ ആ ബോർഡ് ആരാണോ അതിൻ്റെ അതോറിറ്റി അവർ അപ്രൂവ് ചെയ്തിട്ടുള്ള റെഫറൻസ് ബുക്കുകൾ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റ്സ് മാത്രമേ എക്സാം ഹോളിലേക്ക് കയറ്റാൻ പറ്റുള്ളൂ. അതാണ് റെസ്ട്രിക്റ്റഡ്. ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ബുക്സിൽ. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് ആകുമ്പോൾ ഏത് വേണമെങ്കിൽ കൊണ്ടുപോകാം. അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന ബുക്ക് അല്ലെങ്കിൽ ഇന്ന മെറ്റീരിയലേ കൊണ്ടുപോകാൻ പാടുള്ളൂ എന്നൊന്നും ഉണ്ടാവില്ല. നമുക്ക് ഏത് റെഫറൻസ് മെറ്റീരിയൽ വേണമെങ്കിലും കൊണ്ടുപോകാം. ഇനി അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് പറയുന്നത്? റോട്ട് ലേണിങ്ങിന് നമ്മൾ ഈ കാണാപ്പാഠം പഠിക്കുന്നതിനെ കുറയ്ക്കുക, റെഗുലർ ആയിട്ടുള്ള സ്റ്റഡി ഹാബിറ്റ്സുകൾ ഉണ്ടാക്കുക. നമുക്ക് ഈ എക്സാം ആങ്സൈറ്റി ഒക്കെ കുറയും. ഇങ്ങനെ ഓപ്പൺ ബുക്ക് ആകുമ്പോൾ പഠിച്ചത് ഓർമ്മ കിട്ടും, എനിക്ക് എഴുതാൻ കിട്ടും, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പൊതുവേ കുറയും. അപ്പോൾ തന്നെ പഠിക്കുക എന്നുള്ളത് കുറച്ചും കൂടെ ഒരു സന്തോഷം തരുന്ന പ്രോസസ്സാവും. അപ്പോൾ നമ്മുടെ റെഗുലറായിട്ട് നമുക്ക് സ്റ്റഡി ഹാബിറ്റ്സിനെയൊക്കെ കുറച്ചും കൂടെ റെഗുലർ ആക്കാൻ സാധിക്കും. അതേപോലെ ഹയർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഒക്കെ കൊണ്ടുവരും. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്, പ്രോബ്ലം സോൾവിങ് പോലുള്ള ഹയർ കോഗ്നിറ്റീവ് എബിലിറ്റീസിനൊക്കെ എൻഹാൻസ് ചെയ്യും. പോസിറ്റീവ് എക്സാം ആറ്റിറ്റ്യൂഡ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എക്സാം ആങ്സൈറ്റി ഒക്കെ കുറയും. കുറച്ചും കൂടെ ഒരു നമ്മുടെ ആ ബേജാറൊക്കെ പോയി ഒന്നും കൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എക്സാം കൊണ്ടുപോകാൻ പറ്റും. പോസിറ്റീവ് എക്സാം ആറ്റിറ്റ്യൂഡ് കൊണ്ടുവരും. അപ്പോൾ അതേപോലെ പ്രിവെൻറ്റ് കോപ്പി. നമുക്ക് സ്വന്തമായിട്ട് കോപ്പി അടിക്കാനൊരു ബുക്കും സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ മറ്റുള്ളവരുടെ കോപ്പി അടിക്കാനും പോകണ്ട, വേറെ കുഞ്ഞു കുഞ്ഞു തുണ്ട് പേപ്പറൊന്നും എഴുതി പോകണ്ട, ബുക്ക് നോക്കി എഴുതാമല്ലോ. അപ്പോൾ നമ്മുടെ കോപ്പി അടിക്കുന്ന ശീലങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും. പിന്നെ അതേപോലെ റിയൽ ലൈഫ് സ്കില്ലുകൾ, ഇപ്പോൾ ഈ ഹയർ ഓർഡർ കോഗ്നിറ്റീവ് എബിലിറ്റീസ് ഡെവലപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫ് സ്കില്ലുകളൊക്കെ ഡെവലപ്പ് ചെയ്യണം. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ അപ്പാടെ വിഴുങ്ങി വേണ്ടപ്പോൾ അത് പുറത്തെടുത്ത് വയ്ക്കുന്ന ആ ശീലം മാറ്റിയിട്ട് നമ്മളതിനെ അനലൈസ് ചെയ്യാൻ തുടങ്ങും. എന്തൊക്കെയാണെന്നുള്ള നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് കൂടെയൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ തുടങ്ങും. ഞാൻ അതിൻ്റെ അഡ്വാൻറ്റേജസ് ഇപ്പോൾ ഈ പറഞ്ഞതിനൊക്കെ തന്നെ നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ആയിട്ട് എഴുതാം. ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ എൻഹാൻസ് ചെയ്യും. പിന്നെ എക്സാം സ്ട്രെസ്സും ഫിയറിനെയൊക്കെ റിഡ്യൂസ് ചെയ്യും. നമ്മുടെ സെൽഫ് സ്റ്റഡി ഹാബിറ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യും. നമ്മൾ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് വരും. പിന്നെ ഡിസഡ്വാൻറ്റേജ് വരുന്നത് എൻഷുറിങ് ഇക്വിറ്റബിൾ റിസോഴ്സസ് ഇസ് ഡിഫിക്കൽട്ട്. ഇപ്പോൾ ഒരു പരീക്ഷ എഴുതാൻ 50 ആളുണ്ടെങ്കിൽ 50 ആൾക്കും അത് ഏതാണോ നമുക്ക് ഓപ്പൺ ബുക്ക് എക്സാമിന് പറഞ്ഞിട്ടുള്ള അതിന് പറ്റിയ രീതിയിലുള്ള മെറ്റീരിയൽസ് എല്ലാവർക്കും ഒരേപോലെ കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ റിസോഴ്സസ് കിട്ടാനുള്ളതിൽ ഡിഫിക്കൽട്ടി ഉണ്ടായിരിക്കും. പിന്നെ ഇവാലുവേഷനും ഇതേപോലെ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. എക്സാം സ്പേസ് കൂടുതൽ വേണം. അപ്പോൾ ഈ ബുക്കും പേപ്പറൊക്കെ വെച്ചിരുന്ന് എഴുതാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഇപ്പം ഇരിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്ഥലമൊക്കെ വേണ്ടി വരും. പിന്നെ മെമ്മറൈസേഷന് കുറച്ച് ലെസ് എംഫസൈസ് ആണ്. മെമ്മറൈസേഷൻ എന്നുള്ള പരിപാടിയെ പിന്നെ കുറച്ച് കുറവായി പോവും. അങ്ങനെയുള്ള ഡിസഡ്വാൻറ്റേജസ് ഒക്കെ ഉണ്ട് അതിന്. അടുത്തത് ഇൻ്റർനെറ്റ് ബേസ്ഡ് അസസ്മെൻ്റ് ആണ്, IBA എന്ന് പറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് ഒരു ഓൺലൈൻ വൈഫൈ അല്ലെങ്കിൽ നെറ്റ്വർക്കൊക്കെ ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അസസ്മെൻറ്റ് നടത്തുന്നതിനെയാണ് ഇൻ്റർനെറ്റ് അസസ്മെൻറ്റ്. ഇൻ്റർനെറ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ ഇൻ്റർനെറ്റ് ബേസ് ചെയ്തിട്ട് കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്ത് ഇതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻ്റർനെറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ് എന്ന് പറയുക. അവിടെ കുട്ടികളെ ഒരു ടൈംലി ഫീഡ്ബാക്ക് കൊടുക്കുകയാണ്. ഇവിടെ ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ അതിൽ സ്റ്റെപ്സാണ് പറയണേ. ക്വസ്റ്റ്യൻസ് റാൻഡം ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കും. ഒരു
ഇതൊക്കെ നടത്തുന്ന പോലെ. പിന്നെ ഓൺലൈൻ ഫീഡ്ബാക്ക് കൊടുക്കും ഓരോ ക്വസ്റ്റ്യനും. അതേപോലെ കുട്ടികൾക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് ക്വിസൊക്കെ നടത്തുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ ക്വിസിസ്, കഹൂട്ട് പോലെയുള്ള ആപ്പുകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഓൺലൈൻ ക്വിസ് നടത്തുകയാണ്. ഇപ്പോൾ ഒരു കുഞ്ഞ് ഈ കൊറോണ സമയത്തൊക്കെ നമുക്കൊരു ഇൻറ്റേർണൽ എക്സാം പോലെ ഒന്നും നടത്താൻ പറ്റില്ലെങ്കിൽ ടീച്ചേഴ്സിനൊരു അസസ്മെൻറ്റും കുട്ടികളെ പറ്റി അറിയാനൊക്കെ കുറച്ചും കൂടെ രസമാണത് ഈ ക്വിസ് നടത്തുമ്പോൾ. ഞാൻ തന്നെ ഇപ്പോൾ ഈ ഒരു യൂണിറ്റ് മൊത്തം എടുത്തു കഴിഞ്ഞ അപ്പം തന്നെ പറയൊന്നും വേണ്ട, അപ്പം തന്നെ കുട്ടികൾക്ക് എന്ത് കൊടുക്കുകയാണ്, ഒരു ക്വിസ് കൊടുക്കുകയാണ്, ലിങ്ക് കൊടുത്തു, നിങ്ങളത് ചെയ്യുമെന്ന് പറയും. അപ്പോൾ ക്വിസ് അല്ലേ, ടൈം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും, നല്ല രസമായിട്ട് ചെയ്യാം. കുട്ടികൾക്കൊരു മത്സരബുദ്ധിയോടുകൂടെ ചെയ്യാം. അവർക്ക് തന്നെ മനസ്സിലാവും ഇന്നതൊക്കെ ശരിയായി. അപ്പോൾ നമുക്ക് എന്താ, കുട്ടികൾക്കും മനസ്സിലാവും ഞാനിപ്പോൾ ഇത് ഓണാക്കി വെച്ച് ഈ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കേൾക്കണുണ്ടോ അതോ അപ്പുറത്ത് ഇരുന്ന് ഫോണിൽ കളിക്കുകയായിരുന്നോ, അത് ശരിയായില്ല, ഞാൻ വളരെ പിന്നിപ്പോയി, കേൾക്കണമായിരുന്നു എന്നൊക്കെ ഉള്ളതൊക്കെ ഒരു കുട്ടികൾക്ക് മനസ്സിലാവും. അതേപോലെ ടീച്ചർക്ക് കാണാൻ പറ്റും കുട്ടികളുടെ ഒരു നിലവാരം, അവരുടെ റാങ്ക് ഇങ്ങനെ കിടക്കുന്നുണ്ടാവും, ആർക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന്. അപ്പോൾ ടീച്ചർക്ക് മനസ്സിലാവും 50 പിള്ളേരുള്ള ക്ലാസ്സിൽ 40 പേർക്ക് നല്ല മാർക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അത്രയും പേരും നമ്മുടെ ക്ലാസ് ശ്രദ്ധിച്ചിട്ടില്ല, ബാക്കി 10 പേരെ ശ്രദ്ധിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ എൻഗേജിങ് ആക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇവിടെ സെൽഫ് അസസ്മെൻറ്റ് നടക്കും കുട്ടികൾക്ക്, അതേപോലെ ടീച്ചേഴ്സിനും അസസ് ചെയ്യാം. ഒരു ഫിക്സഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെയും ഒരു ക്വസ്റ്റ്യനൊക്കെ കൊടുത്തിട്ട് വലിയ ചിലവിലൊന്നും ഇല്ലാണ്ട് നമ്മളെല്ലാവരും റീചാർജ് ചെയ്യുന്നതാണ്. ഒട്ടുമിക്ക വീടുകളിലും വൈഫൈ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഇൻ്റർനെറ്റ് ബേസ്ഡ് അസസ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. എൻ്റെ മെറിറ്റും ഡിമെറിറ്റും ആണ് പറയുന്നത്. ടീച്ചേഴ്സിനുള്ള മെറിറ്റ് എന്താ, ഫ്ലെക്സിബിളായിട്ട് നമുക്കത് നടത്താൻ പറ്റും, ടൈം സേവ് ചെയ്യും, അതേപോലെ കൺസിസ്റ്റൻറ്റ് സ്കോറിംഗ് ഒക്കെ കുട്ടികളെ പെട്ടെന്ന് മനസ്സിലാക്കും. അത് ഇപ്പോൾ പറഞ്ഞ മാതിരി വലിയ ചിലവുള്ള പണിയോ അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുള്ള പണിയോ ഒന്നുമല്ല. നമുക്കത് ഇത് ചെയ്യാൻ അറിയില്ലെങ്കിൽ അതൊന്ന് പഠിച്ചെടുക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അത്ര തന്നെ ഉള്ളൂ. ആ ഒരൊറ്റ ബുദ്ധിമുട്ടേ ഉള്ളൂ. അത് നമുക്ക് വേഗം ചെയ്തു കൊടുക്കാം. ഇപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ക്ലാസ്സിൽ നടത്തുന്നതിനേക്കാൾ എളുപ്പത്തിൽ നടത്തുകയും ചെയ്യാം. ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ സമയവും അത് ലാഭമാണ്. കുട്ടികൾക്കാണെങ്കിൽ അത് ക്വിക്കായിട്ട് ഫീഡ്ബാക്ക് കിട്ടും. ലേണിംഗ് സപ്പോർട്ടും അതേപോലെ ടെസ്റ്റ് ആൻസൈറ്റി ഒക്കെ കുറയ്ക്കും. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളൊരു പേപ്പർ എടുത്ത് പരീക്ഷ എഴുതി എന്നൊക്കെ പറയുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആൾ എഴുതുന്നത് നോക്കുമ്പോൾ കുറേ പേപ്പർ വാങ്ങിച്ച് എഴുതുന്നതൊക്കെ നമുക്കൊരു സ്വാഭാവികമായിട്ടൊരു ആൻസൈറ്റി കൂടുമല്ലോ. അതൊക്കെ കുറയ്ക്കാനും പറ്റും കുട്ടികൾക്ക്. അതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ് വരുന്നത്. ഡിമെറിറ്റ് എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ഇഷ്യൂസ് ഉണ്ടാവും. സ്റ്റേബിളായിട്ടുള്ള ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. പെട്ടെന്ന് വൈഫൈക്കാണ് പെട്ടെന്ന് അതിൽ എന്തെങ്കിലും ലൂസ് കണക്ഷൻ ആവുക ഏതാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈ ക്വിസിൻ്റെ കാര്യം തന്നെ എടുക്കുകയാണെങ്കിൽ അതിങ്ങനെ ടൈം ഇതായിക്കൊണ്ടിരിക്കും, നമ്മളവിടെ പിന്നിൽ പോകും. പിന്നെ സെക്യൂരിറ്റി കൺസേൺസ്, ഈ പറഞ്ഞ മാതിരി ലിങ്കൊക്കെ കൊടുത്ത് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും നമ്മളൊരു ആപ്പിലൊക്കെ കയറുമ്പോൾ നമ്മുടെ സെക്യൂരിറ്റി കൺസേൺസ് ഉണ്ടാവും. ഓൾറെഡി ഇതൊക്കെ നമുക്ക് അറിയണതാണ്. നമ്മളൊരു ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ടൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ ലിമിറ്റഡ് ഇൻട്രാക്ഷൻ ആയിരിക്കും, കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഇൻട്രാക്ഷനൊക്കെ കുറവായിരിക്കും. നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ ഉള്ള ഡയറക്റ്റ് ഇൻട്രാക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഇത് കുറവായിരിക്കും. പിന്നെ ഡിജിറ്റൽ ഡിവൈഡ്, ഈ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ തന്നെ പറഞ്ഞു, ഒട്ടുമിക്ക വീട്ടിലും വൈഫൈ ഉണ്ടാവും, എല്ലാവരും ഡാറ്റ റീചാർജ് ചെയ്യുന്നുണ്ടാവും എന്നൊക്കെ. അതില്ലാത്തവരും ഉണ്ടാവും, അതിന് പറ്റാത്തവരും ഉണ്ടാവും. അപ്പം തന്നെ നമുക്കൊരു ഡിജിറ്റൽ ഡിവൈഡ് അവിടെ വന്നു, 2 കാറ്റഗറി വന്നു. അപ്പോൾ ഇതിനൊന്നും നമ്മൾ ഈ കൊറോണ സമയത്ത് തന്നെ കേട്ടായിരുന്നു, ഇങ്ങനെ ഫോണില്ലാത്ത കുട്ടികൾ അല്ലെങ്കിൽ റീചാർജ് ചെയ്യാൻ പാകില്ലാത്ത കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ. അപ്പോൾ പൂർണ്ണമായിട്ടും ക്ലാസ്സുകൾ ഇങ്ങനെ ഈ ടെക്നിക്കലായിട്ടുള്ള സാധനങ്ങൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാകുമ്പോൾ അതൊന്നും വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ സാധ്യത ഇല്ല. തീരെ കുറവുള്ളവർക്ക് എന്തുണ്ടാവും, ബുദ്ധിമുട്ടാവും. അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ട് ഇത്തരം അസസ്മെൻറ്റുകൾ വരുന്നുണ്ട്. പിന്നെ പറയുന്നതാണ് ഓൺലൈൻ അസസ്മെൻറ്റ്. ഈ ഓൺലൈൻ അസസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇൻ്റർനെറ്റ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ എക്സാമിനേഷൻ നടത്തുക. അപ്പോൾ നമ്മുടെ CTET പോലെയുള്ള അല്ലെങ്കിൽ നെറ്റിൻ്റെ എക്സാം പോലുള്ള എക്സാമുകളൊക്കെ നടത്താം. അപ്പോൾ അതിന് അപ്പിയർ ചെയ്തവർക്ക് മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ കൊടുക്കും. നമുക്കൊരു ഫിക്സഡ് സെൻറ്ററൊക്കെ ഉണ്ടാവും, നമുക്ക് ഫിക്സഡ് ആയിട്ട് മിക്കവാറും ഏതെങ്കിലും ഒരു എഞ്ചിനീയറിംഗ് കോളേജുകളായിരിക്കും അത്രയും കമ്പ്യൂട്ടേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സെൻറ്റർ ഉണ്ടാവും. ആ സെൻറ്ററിൽ പോകുന്നു, അതിൽ ഓൾറെഡി നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും, അവരതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഇതൊക്കെ കൊടുക്കുക, പേര് അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ എന്താ വെച്ചാൽ കൊടുക്കുക, ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ആ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ലിമിറ്റഡ് ടൈം ഉണ്ടായിരിക്കും. ഇപ്പോൾ 3 മണിക്കൂറിൻ്റെ എക്സാം ആണെങ്കിൽ 3 മണിക്കൂറിൻ്റെ അത്രയും മിനിറ്റ് ആ സമയം അവിടെ നമ്മുടെ സൈഡിൽ ഓടിക്കൊണ്ടിരിക്കും. പിന്നെ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്ത് പോവാം. ഇപ്പോൾ OMR ഷീറ്റ് വെച്ചിട്ട് നമ്മൾ പേപ്പറിൽ ബബിൾ ചെയ്യണേക്കാൾ എന്തുകൊണ്ടും എളുപ്പമാണ്. ഇപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് നമ്മൾ A എന്നുള്ളത് ടിക്ക് ചെയ്തു, മാർക്ക് ചെയ്തു. പക്ഷെ നമ്മൾ ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണല്ലോ സേവ് ആൻഡ് സബ്മിറ്റ് ചെയ്യാം.
അപ്പോൾ നമ്മൾ ഇനി അത് കഴിഞ്ഞ് 90ാമത്തെ ചോദ്യത്തിൽ ആ ഒന്നാമത്തെ ചോദ്യവുമായി ബന്ധപ്പെട്ടിട്ടൊരു കാര്യമുണ്ട്. അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഒന്നാമത്തെ എ അല്ല, ഓപ്ഷൻ എ അല്ല, ബി ആയിരുന്നു ശരി എന്നുള്ളത്. അപ്പോൾ നമുക്ക് തിരിച്ചു പോയിട്ട് ബിയിലേക്ക് മാറ്റും ചെയ്യാം. ഏറ്റവും അവസാനം സബ്മിറ്റ് കൊടുത്താൽ മാത്രമാണ് നമുക്ക് മാറ്റാൻ പറ്റാതെ വരിക. ഇനി നിങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താവും, ഓട്ടോമാറ്റിക്കലി അത് നിൽക്കും, ഇതാവും. നിങ്ങൾക്ക് പിന്നെ ആൻസർ ചെയ്യാൻ പറ്റാത്ത പോലെയോ അത്. ഇനി ഇത് ഇതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ട് തന്നെ അതിനെ എന്ത് ചെയ്യും, ഇതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും, നിങ്ങളുടെ റെസ്പോൺസുകൾ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും, സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഒരു അസസ്മെൻ്റ് ആണത്. ഇതിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും പറയുന്നുണ്ട്. ക്വിക്ക് ആൻഡ് ഈസി സ്കോറിംഗ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പമായി. ഈ OMR നമ്മൾ ബബിൾ ചെയ്യുമ്പോൾ ബബിൾ ചെയ്തത് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് ക്യാൻസൽ ആവുമല്ലോ എന്നുള്ളത്, എങ്ങാനും മാറിപ്പോയിട്ട് ഒരു ചോദ്യത്തിന് തന്നെ 2 വട്ടം ബബിൾ ചെയ്താൽ അത് നമ്മൾ ക്യാൻസൽ ചെയ്യല്ലോ എന്നുള്ള പേടി. പിന്നെ അതല്ല, ലാസ്റ്റ് എത്തുമ്പോൾ ഒന്ന് മാറ്റണം എന്ന് തോന്നിയാൽ പിന്നെ മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊന്നുമില്ല, ആ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പിന്നെ സമയവും സേവ് ചെയ്യാം. പെട്ടെന്ന് ക്ലിക്ക് ചെയ്ത് പോലെ ചീറ്റിങ്ങിനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. മൾട്ടിപ്പിൾ ക്വസ്റ്റ്യൻ സെറ്റുകളൊക്കെ ഇതാക്കും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കമ്പ്യൂട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ മാതിരി തന്നെ ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടറും നെറ്റ്വർക്കും ഇതൊന്നും ഒരു അഡീഷണലായിട്ട് ചെയ്യുന്നതല്ല. നമ്മൾ സാധാരണ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ നിലനിന്ന് പോകുന്നതാണ്. പിന്നെ അതേപോലെ റിലയബിലിറ്റി, വാലിഡിറ്റി, ഒബ്ജക്റ്റിവിറ്റി ഇതൊക്കെ എൻഷുർ ചെയ്യും. ഇപ്പോൾ തന്നെ ഒരു എക്സാമ്പിൾ, നമ്മുടെ നെറ്റിൻ്റെ എക്സാം തന്നെ ഇടയിൽ വെച്ചിട്ട് ഒരു എക്സാം പേപ്പർ ബേസ്ഡ് ആയിട്ട് നടത്തി. ആ എക്സാമാണ് പേപ്പർ ഔട്ടായി എന്നും പറഞ്ഞ CBI അന്വേഷണം ഇതൊക്കെ വന്നത്. അതിന് മുന്നേ വരെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഇതേപോലെ ഓൺലൈൻ എക്സാമുകളായിരുന്നു. പിന്നെ അത് റീടെസ്റ്റ് നടത്തിയതും ഓൺലൈൻ എക്സാമുകളായിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ എക്സാമുകളാകുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഓൺലൈൻ എക്സാമുകളൊക്കെ നടത്തുമ്പോൾ എന്തായിരിക്കും, കുറച്ചും കൂടെ വാലിഡിറ്റി, റിലയബിലിറ്റി ഒക്കെ കൂടുതലായിരിക്കും. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാവുക എന്നുള്ള പോലുള്ള സംഗതികളൊക്കെ ഇല്ല എന്നല്ല, കുറവാകാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഡിമെറിറ്റ്സ് നമ്മൾ പറഞ്ഞ മാതിരി തന്നെ ഇങ്ങനെ നമ്മൾ ഓൺലൈൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ വെച്ചിട്ട് നെറ്റ്വർക്കൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ അതിന് ഇൻ്റർനെറ്റ് ആക്സസ് വേണം. ഡാറ്റ ലോസ്, ഇപ്പോൾ അതിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ നെറ്റ് പോയി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം. ആദ്യമായിട്ട് ഈ ഇങ്ങനത്തെ ഒരു എക്സാമൊക്കെ എഴുതാൻ പോകുന്നവർക്ക് ഭയങ്കര ടെൻഷനാവും. ഇത് എവിടെ ഓണാക്കാമെന്ന് അറിയില്ല, അതിൽ എന്തെങ്കിലും ചിലപ്പോൾ ഒന്ന് ഇതായിപ്പോയി, സിസ്റ്റം ഒന്ന് ഓഫായി പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാമെന്ന് അറിയില്ല, അടുത്ത ചോദ്യത്തിലേക്ക് എന്താ പോകാമെന്ന് അറിയില്ല. അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ബേസിക്കായിട്ടുള്ള ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം. പിന്നെ ചില കുട്ടികൾക്ക് ഇതേപോലെ തന്നെ ടെക്നിക്കൽ നോളജ് തീരില്ലാത്ത, അതിനോടൊക്കെ ഒരു പേടിയുള്ള കൂട്ടത്തിലുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് എന്തായിരിക്കില്ല, ഇത് അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. പിന്നെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇവാലുവേഷന് ഇത് ബുദ്ധിമുട്ടായിരിക്കും. ഇതിപ്പോൾ നമ്മൾ ഈ പറഞ്ഞ മാതിരി കോമ്പറ്റേറ്റീവ് എക്സാമുകൾ പോലെയുള്ള ഇങ്ങനത്തെ എക്സാമുകളൊക്കെ നടത്താനാണ് ഇങ്ങനെ ഈ ഓൺലൈൻ അസസ്മെൻറ്റ് സ്യൂട്ടബിൾ ആവുക. നമ്മളൊരു കുട്ടീനെ ഓൾറൗണ്ട് ഡെവലപ്മെൻറ്റിനെ അസസ് ചെയ്യണമെങ്കിൽ ഇത്തരം അസസ്മെൻറ്റ് സ്ട്രാറ്റജികൾ അത്ര സ്യൂട്ടബിൾ ആയിരിക്കില്ല. ഇനി അടുത്ത് പറയുന്നത് ഓൺ ഡിമാൻഡ് അസസ്മെൻ്റ് ആണ്. അത് ആ പേര് പറയണ മാതിരി തന്നെ കുട്ടികളെ ഡിമാൻഡ് ചെയ്യുമ്പോൾ നമ്മൾ അസസ് ചെയ്യും. കുട്ടികൾ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എക്സാം നടത്തുക, എന്താ വെച്ചാൽ അവർ അസസ് ചെയ്യാം. അതാണ് ഈ ഓൺ ഡിമാൻഡ് അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റും ഉണ്ട്, ലീനിയർ ടെസ്റ്റും ഉണ്ട്. കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ ബേസ്ഡ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് കൊടുക്കും. നമ്മൾ ആദ്യത്തെ ചോദ്യം അറ്റൻഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ച് ഹയർ ഓർഡർ ആയിട്ടുള്ള അടുത്ത ചോദ്യം, പിന്നെ അതും പറയുകയാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ മുകളിലേക്കുള്ളത്. അങ്ങനെ നമ്മൾ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റ് നമ്മുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ക്വസ്റ്റ്യൻസ് അവരിങ്ങനെ പ്രൊവൈഡ് ചെയ്യും. ഈ ലീനിയർ ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഫിക്സഡ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. നമ്മുടെ എബിലിറ്റി അങ്ങനെ നോക്കണമെന്നില്ല, നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റൂ അല്ലെങ്കിൽ ഇതിനേക്കാൾ കുറവേ പറ്റുള്ളൂ, അതൊന്നും നോക്കണമെന്നില്ല. ലീനിയർ ആയിട്ട് ഫിക്സഡ് ആയിട്ട് ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതാണ് ലീനിയർ ടെസ്റ്റ്. ഈ 2 എണ്ണമാണ് ഓൺ ഡിമാൻഡ് അസസ്മെൻറ്റിൽ വരിക. ഇനി അതിൻ്റെ മെറിറ്റും ഡിമെറിറ്റും. മെറിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡൻസ് ക്യാൻ ടേക്ക് ദ എക്സാം വെൻ ദേ ഫീൽ റെഡി. കുട്ടികൾ പഠിച്ചു എന്നുള്ള അവർ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ പഠിച്ചു കഴിഞ്ഞു, എന്നാൽ നീ എക്സാം ഇടാം അല്ലെങ്കിൽ പരീക്ഷ അല്ലെങ്കിൽ എന്നെ അസസ് ചെയ്തോളൂ എന്നുള്ള രീതിക്ക് അവർ കോൺഫിഡൻ്റ്ലി അവർ സെറ്റായി കഴിഞ്ഞാലാണ് അസസ്മെൻറ്റ് നടത്തുക. അതേപോലെ ലേണേഴ്സ് ക്യാൻ ചൂസ് ഡാറ്റ ഫോർ അസസ്മെൻറ്റ്. അവർ തന്നെ പറയുകയാണ് ഈ ടോപ്പിക്ക് ഞാൻ പഠിച്ചു കഴിഞ്ഞു, ആ ഏത് ഡാറ്റയാണെങ്കിൽ അതാണ് അവർ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് എക്സാം നടത്താം അല്ലെങ്കിൽ അസസ്മെൻറ്റ് നടത്താമെന്ന് അവർ പറയാം. അപ്പോൾ അവർക്ക് ഡാറ്റയും ചൂസ് ചെയ്യാം, ടൈമും അവർക്ക് ചൂസ് ചെയ്യാം. മാൽ പ്രാക്ടീസസുകൾ റെഡ്യൂസ് ചെയ്യുമെന്നാണ് പറയുന്നത്. വെച്ചാൽ കോപ്പിയടി പോലെയൊക്കെയുള്ള നമ്മൾ സ്വന്തമായിട്ട് ഇരുന്ന് പഠിക്കുക. അപ്പോൾ ഈ റിവിഷൻ ടൈമൊക്കെ ആയിക്കഴിഞ്ഞാൽ 10ാം ക്ലാസ് പ്ലസ് ടുവിൻ്റെയൊക്കെ
ഒരു ജനുവരി തൊട്ടിട്ട്, ജനുവരി അല്ല ഇപ്പോൾ ഡിസംബറൊക്കെ തൊട്ടിട്ട് തന്നെ റിവിഷൻ ടൈമാവും ഫുൾ പോർഷൻ കവർ ചെയ്തിട്ട്. പിന്നെ നമ്മൾ ABCD ബാച്ചൊക്കെ ഇപ്പം അങ്ങനെയാണെന്ന് അറിയില്ല, ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയായിരുന്നു. ABCD ബാച്ചൊക്കെ ആക്കിയിട്ടിടും. നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളവരെ A ബാച്ചിലിടും, ഒരു ആവറേജ് B ബാച്ചിൽ. C ബാച്ച് എന്ന് പറഞ്ഞാൽ ഇത്തിരിയും കൂടെ അവർക്ക് നല്ല കെയർ കൊടുക്കണം, കൂടെ നിൽക്കണം എല്ലാ ടീച്ചേഴ്സും എന്നുള്ളത്. അപ്പോൾ A ബാച്ചുകാർ എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഈ ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്നെ ഇയാൾ വന്ന് വിളിച്ചാൽ മതി പറയും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, A ബാച്ചുകാർ അവരെ ഇങ്ങനെ പിന്നാലെ നടന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും, കുറച്ചും കൂടെ സെൽഫ് സ്റ്റഡി ആയിട്ട് പോകുന്നവരായിരിക്കും. അപ്പോൾ അവർ പഠിച്ചു കഴിഞ്ഞാൽ ടീച്ചറെ വിളിക്കുന്നു, ചിലപ്പോൾ ടീച്ചർ C ക്ലാസ്സിലായിരിക്കും. C ക്ലാസ്സിൽ വന്നിട്ട് ഓരോ കുട്ടികളുടെയും കൂടെ നിന്ന് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ചെയ്യൂ, ഇങ്ങനെ പഠിക്കൂ, അങ്ങനെ ചെയ്താൽ മതി, ഈ രീതിയിൽ പഠിച്ചാൽ മതി, ഒരു പേഴ്സണലൈസ്ഡ് അറ്റൻഷൻ കൊടുക്കേണ്ടവരായിരിക്കും ചിലപ്പോൾ C ക്ലാസ്സിൽ. അപ്പോൾ അവിടെ നിന്ന് ടീച്ചർ വരും, ഇവിടെ A ക്ലാസ്സുകാർ പഠിച്ചു എന്ന് പറയുമ്പോൾ അപ്പോൾ അവർ ഏത് ടോപ്പിക്കാണ് പഠിച്ചത് ചോദിക്കും. ചിലപ്പോൾ കുറച്ച് പോർഷനൊക്കെ ഉണ്ടാവില്ല, ഒരു യൂണിറ്റ് മൊത്തം ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അവർ തന്നെ കൂടിയിരുന്ന് ആലോചിച്ചിട്ട് അതൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അവർ തന്നെ പരീക്ഷ എഴുതും. അവിടെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കോപ്പടിക്കാനുള്ള സാധ്യത കുറവാണ്. അവർ തന്നെ പഠിക്കുന്നു, അവർ തന്നെ ടോപ്പിക്ക് തീരുമാനിക്കുന്നു, അവർ തന്നെ പഠിക്കുന്നു. ആ പഠിച്ചു കഴിഞ്ഞാൽ ആ സമയം അവർ പറയുന്നു, എന്നിട്ട് എക്സാം നടത്തണം, അവരുടെ ആവശ്യത്തിന് എക്സാം നടത്തണ പോലെ. അപ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, മാൽ പ്രാക്ടീസസ് കുറയും. പിന്നെ ടെൻഷനും ഫ്രസ്ട്രേഷനും നമ്മുടെ ആൻസൈറ്റി, ആ പേടിയും ഉത്കണ്ഠയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അതൊക്കെയാണ് ഇതിൻ്റെ മെറിറ്റ്സ് വരുന്നത്. പിന്നെ ഡീമെറിറ്റ്സ് ആകുമ്പോഴോ എക്സസീവ് ഫ്രീഡം ഫോർ സ്റ്റുഡൻസ്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഭയങ്കരമായിട്ട് ഫ്രീഡം കിട്ടുമ്പോൾ അതിനെ മിസ്യൂസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് കുട്ടികൾ. പിന്നെ അൺഫെയർ എക്സാം ഇവാലുവേഷനുള്ളൊരു സാധ്യത ഉണ്ട്, കുറച്ച് അൺഫെയർ ആവാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ സിസ്റ്റം ഫെയിലിയേഴ്സ് മേ റിസൾട്ട് ഇൻ ഡാറ്റ ലോസ്. പിന്നെ ഈ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ ടെസ്റ്റുകൾ നടത്തുമ്പോൾ സിസ്റ്റം യൂസ് ചെയ്തിട്ടുള്ള ടെസ്റ്റുകളാണ് നടത്തുന്നുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റകളൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വേണം അസസ്മെൻറ്റ് നടത്താനായിട്ടൊക്കെ. ഇത് നമ്മൾ സിസ്റ്റം യൂസ് ചെയ്തിട്ട് നടത്തുന്ന ഇതിൻ്റെ കാര്യത്തിലാണ് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്, ഇപ്പോൾ നമ്മൾ റീഫോംസ് ഇൻ അസസ്മെൻറ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്തത് എക്സാമിനേഷൻ റീഫോം റിപ്പോർട്ട്സ് എന്താണെന്നുള്ളതാണ്. അതൊരു 10-11 ടോപ്പിക്കുകളുണ്ട്. ഒന്നാമത്തത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മിഷൻ 1948-49 വന്ന രാധാകൃഷ്ണ കമ്മീഷൻ എന്നൊക്കെ പറയുന്ന യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്തൊക്കെയാണ് ഈ എക്സാമിനേഷൻ അല്ലെങ്കിൽ ഇവാലുവേഷനെ പറ്റി പറഞ്ഞത്. അടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1950-53, ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ 1964-66, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 1986, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1986, പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1992, NPERC ഓർ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി 1990, സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ കമ്മിറ്റി CABE, അടുത്ത നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് 2005, പിന്നെ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007, 2013. ഇത്രയും റീഫോമുകൾ എന്തൊക്കെയാണ്, റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ കമ്മീഷനുകളൊക്കെ എക്സാമിനേഷനിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അല്ലെങ്കിൽ ഇവാലുവേഷൻ അസസ്മെൻറ്റ് ഇതിലൊക്കെ എന്തൊക്കെ മാറ്റം വരുത്തണം എന്ന് പറഞ്ഞു എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കണം. അതിൽ ഒന്നാമത്തെ പറയുന്നത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷനാണ് 1948-49. ഈ കമ്മീഷനുകളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഫസ്റ്റ് സെം ഫിലോസഫിയിൽ പഠിച്ചിട്ടുണ്ടാവും. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിലെ സ്വതന്ത്ര ഭാരതത്തിലെ ഇന്ത്യയിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ കമ്മീഷനാണ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഡോക്ടർ S രാധാകൃഷ്ണൻ ചെയർമാനായിട്ട് വന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞത് എക്സാമിനേഷൻസ് അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഈ കമ്മീഷൻ്റെ അഭിപ്രായത്തിൽ എക്സാമിനേഷൻസ് ആണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ മേജർ വീക്ക്നെസ് എന്നാണ് ഈ കമ്മീഷൻ പറഞ്ഞത്. അവർ ഈ എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സാമിന് നമ്മൾ പരീക്ഷകളുണ്ടല്ലോ, ഈ എഴുത്ത് പരീക്ഷകളുണ്ടല്ലോ, അത് നമ്മുടെ ലേണിങ്ങിൽ കൊടുക്കുന്ന ഭയങ്കര ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളെ, ഹാംഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസുകളെ പറ്റിയിട്ടൊക്കെ ക്രിട്ടിസൈസ് ചെയ്തു ഈ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. പിന്നെ അവർ പറഞ്ഞു ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ ഉണ്ടാക്കണം, കുറച്ചും കൂടി ഇവാലുവേഷൻ റിലയബിളും ഫെയറും ആവണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ ഉണ്ടാവണം. ഇപ്പം തന്നെ അറിയാം, നമുക്കിപ്പോൾ ഒരു എക്സാം, അപ്പോൾ PSCയുടെ എക്സാം എന്ന് തന്നെ വിചാരിച്ചോളൂ. നമ്മൾ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ നെറ്റ് ആയാലും ഒക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യാം. ആൻസർ കീ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണല്ലോ ഉത്തരം, ഇങ്ങനെ അതിൻ്റെ റെഫറൻസൊക്കെ കൊടുത്ത് ഇത്രയും ഈ ഭാഗത്ത് ഇന്ന ബുക്കിൽ ഇന്ന ആൾ എഴുതി ഇന്ന ബുക്കിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഉത്തരം A ആണല്ലോ വരേണ്ടത്, നിങ്ങൾ എന്താ ആൻസർ കീയിൽ B കൊടുത്തിരിക്കണമെന്ന് വെച്ചിട്ട് നമുക്ക് ചാലഞ്ച് ചെയ്യാം, അത് നമുക്ക് കേസ് കൊടുക്കാം. അതേ നേരെ മറിച്ചിട്ട് ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ അതിനുള്ള ചോയ്സസ് കുറവാണ്, നമുക്കത് ചാലഞ്ച് ചെയ്യാം. ഇങ്ങനെ ഈ കുട്ടിയുടെ അഭിപ്രായം ഇതാണ്, പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള അഭിപ്രായം, ഈ ചോദ്യത്തിന് ഈ അഭിപ്രായം തെറ്റില്ല, ഇങ്ങനെ ഉത്തരം എഴുതിയാൽ തെറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇതാക്കാം. അപ്പോൾ ഈ ഡിസ്ക്രിപ്റ്റീവ് ആകുമ്പോൾ
കുറച്ചും കൂടെ റിലയബിളും അൺഫെയർ ആവാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ മോർ ഒബ്ജക്റ്റീവ് ഡിസ്ക്രിപ്റ്റീവ് വേണ്ടാന്നല്ല, കുറച്ചും കൂടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ കൊണ്ടുവരണമെന്ന് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ പറഞ്ഞു. ഇനി അടുത്തത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്താ പറഞ്ഞതാണ് നമ്മുടെ ഈ അസസ്മെൻറ്റിനെ അല്ലെങ്കിൽ ഇവാലുവേഷൻ എക്സാമിനേഷനൊക്കെ ബേസ് ചെയ്തിട്ട് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ മുതലിയാർ കമ്മീഷൻ എന്ത് പറഞ്ഞു എന്നാണ് പറയേണ്ടത്. അവർ ഇതേ പറഞ്ഞ മാതിരിയാണ് നമ്മൾ ഈ എക്സാമുകൾ എങ്ങനെയാണ് കുട്ടികളെ ഡിക്റ്റേറ്റ് ചെയ്യുക അല്ലെങ്കിൽ കരിക്കുലത്തിനൊക്കെ ഡിക്റ്റേറ്റ് ചെയ്യുക, കുട്ടികളുടെ ലേണിംഗ് പൊട്ടൻഷ്യലിനെ ഹൈലൈറ്റ് ചെയ്യുന്നതിന് പകരം അതിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഈ എക്സാമുകളെ കൊണ്ടുള്ള മൊത്തത്തിലുള്ള ഈ എഴുത്ത് പരീക്ഷകൾ ഭയങ്കര ഉപദ്രവമാണെന്നാണ് ഇപ്പോൾ ഈ 2 കഴിഞ്ഞ കമ്മീഷനുകളും പറഞ്ഞത്. അവർ ഈ മുതലിയാർ കമ്മീഷൻ എന്നിട്ട് കുറച്ച് റീഫോംസുകളൊക്കെ പറഞ്ഞു. എക്സ്റ്റേണൽ ആയിട്ടുള്ള എക്സാമിനേഷനുകൾ, ഈ എഴുത്ത് പരീക്ഷകൾ നല്ലോണം കുറയ്ക്കണം എന്ന് പറഞ്ഞു. അതേപോലെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടുതലും കൊണ്ടുവരണം, നമ്മുടെ എക്സാം സിസ്റ്റത്തിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യണം. പിന്നെ സിംബോളിക് ആയിട്ടുള്ള മാർക്കിംഗ് സിസ്റ്റങ്ങൾ, നമ്മൾ മാർക്ക് കൊടുക്കുന്നതിന് വരെ നമ്മളിപ്പോൾ ഗ്രേഡൊക്കെ കൊടുക്കില്ലേ, ABCD ഗ്രേഡുകൾ കൊടുക്കുക, അതേപോലെ പാസ് ഓർ ഫെയിൽ ആയി എന്നൊക്കെ പറയില്ലേ, അതേപോലെ സിംബോളിക് ആയിട്ടുള്ള മാർക്കിങ്ങുകൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഇൻറ്റേർണൽ അസസ്മെൻറ്റുകൾ കൂടുതൽ എൻകറേജ് ചെയ്യണം എന്ന് പറഞ്ഞു. നമ്മൾ ഈ അവസാനം നടത്തുന്ന ഇപ്പോൾ ഈ ആ കാലഘട്ടം ഇപ്പോൾ 60, 64, 65 എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെയൊക്കെ പാരൻസ് അല്ല ഗ്രാൻഡ് പാരൻസ് ഒക്കെ പഠിച്ചിരുന്ന കാലം. അപ്പോൾ അന്നൊക്കെ പരീക്ഷ നമ്മളൊക്കെ പറയും, നമ്മുടെ അമ്മമ്മമാരും അച്ഛമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശന്മാരൊക്കെ അന്നത്തെ 7ാം ക്ലാസ് പാസ്സാവുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ BA പാസ്സാകാനേക്കാൾ വലിയ കാര്യമാണെന്നൊക്കെ പറയും. അത്രയും കടുകട്ടി സിലബസും കടുകട്ടിയായിട്ടുള്ള എക്സാമുകളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ആ ഫൈനൽ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഇൻറ്റേർണൽ അസസ്മെൻറ്റുകളെയും കൂടുതൽ എൻകറേജ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ കമ്പാർട്ട്മെൻറ്റൽ എക്സാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. നമ്മളിപ്പോൾ ഒരു അക്കാഡമിക് ഇയറിൽ അവസാനം നടത്തുന്ന ഒരൊറ്റ എക്സാമിനെ ബേസ് ചെയ്ത് മാത്രം കുട്ടികളെ അസസ് ചെയ്യാണ്ട് കുറേശ്ശെ ആയിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്യാം. ഒരു എക്സാം അതല്ലെങ്കിൽ അടുത്തത് എഴുതാം കുട്ടിക്ക് എന്നുള്ള രീതിയിൽ അങ്ങനെ കമ്പാർട്ട്മെൻറ്റലൈസ് ചെയ്തിട്ട് എക്സാമുകൾ നടത്തണം എന്നൊക്കെ മുതലിയാർ കമ്മീഷൻ്റെ സജഷൻസ് ആണ്. ഈ എക്സാമിനേഷന് എങ്ങനെയൊക്കെ നടത്തണം എന്നുള്ള പുതിയ കൊണ്ടുവന്ന റീഫോംസാണ്. അടുത്തത് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കമ്മീഷൻ അല്ലെങ്കിൽ കോത്താരി കമ്മീഷനാണ്. അവർ പറഞ്ഞത്, കോത്താരി കമ്മീഷൻ പറഞ്ഞു ഇവാലുവേഷൻ കുറച്ചും കൂടെ കണ്ടിന്യൂസ് പ്രോസസ്സ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ക്യുമുലേറ്റീവ് റെക്കോർഡ് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രസ്സിനെ ട്രാക്ക് ചെയ്യുക. ക്യുമുലേറ്റീവ് റെക്കോർഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ക്ലാസ്സിൽ എൻട്രി ചെയ്യുമ്പോൾ തൊട്ടിട്ട് നമ്മുടെ പ്രോഗ്രസ് ഇങ്ങനെ രേഖപ്പെടുത്തി കൊണ്ടുപോകുന്നതാണ് റെക്കോർഡ്. അല്ലാണ്ട് ഒരൊറ്റ എക്സാമിൽ കുട്ടിക്ക് പാസ്സായോ ഫെയിലായോ അതിനെ ബേസ് ചെയ്തിട്ട് കുട്ടീനല്ല, അതിന് മുന്നേ കുട്ടി എന്തൊക്കെ ചെയ്തിരുന്നു എന്നുള്ളതിനൊക്കെ ബേസ് ചെയ്തിട്ട് കുട്ടികളെ അവരുടെ പ്രോഗ്രസ്സിനെയാണ് നമ്മൾ ട്രാക്ക് ചെയ്യുക. ഒരു എക്സാമിൽ ആ കുട്ടി പെർഫോം ചെയ്തോ ഇല്ലയോ എന്നുള്ളതിന് മാത്രമല്ല അവരുടെ മൊത്തത്തിലുള്ള പ്രോഗ്രസ് ആ കുട്ടി അവിടെ വരുമ്പോൾ എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് പോകുമ്പോൾ എങ്ങനെയായി എന്നുള്ളത് തന്നെയാണ് അതിനെ കാണിക്കുക. അപ്പോൾ ക്യുമുലേറ്റീവ് റെക്കോർഡ് സിസ്റ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റ് അപ്രോച്ച് വേണമെന്ന് അവർ റെക്കമെൻഡ് ചെയ്തു. അതായത് നമ്മുടെ ഹോൾ റൗണ്ട് ഡെവലപ്മെൻറ്റ്, അക്കാഡമിക് ആയിട്ടുള്ള സ്കിൽസ് മാത്രമല്ല നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, പിന്നെ സ്കില്ലുകൾ, അങ്ങനെ എല്ലാം മൊത്തത്തിൽ നമ്മുടെ കുട്ടികളുടെ ഡെവലപ്മെൻറ്റിനെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ വേണം ഇവാലുവേഷനും എക്സാമിനേഷനും ഒക്കെ നടത്താൻ. ഒരു ബാലൻസ്ഡ് ആയിട്ട് മൊത്തത്തിൽ സ്കില്ലുകളും സ്വഭാവത്തിനെയും അതേപോലെ തന്നെ പഠിക്കാനുള്ള കഴിവിനെയും ഒക്കെ എല്ലാറ്റിനെയും ബാലൻസ്ഡ് ആയിട്ടൊരു അസസ്മെൻറ്റ് അപ്രോച്ച് കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പിന്നെ റിട്ടൺ എക്സാമുകളൊക്കെ കുറച്ചിട്ട് ഒബ്സർവേഷൻ, ഓറൽ ടെസ്റ്റ്, പ്രാക്ടിക്കൽ അസസ്മെൻറ്റ് ഇത്തരം ടെസ്റ്റുകൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞു. പിന്നെ പ്രൈമറി ലെവലിലുള്ള എക്സ്റ്റേണൽ എക്സാമുകളൊക്കെ നിർത്തലാക്കുന്നതും പ്രപ്പോസ് ചെയ്തു. അടുത്തത് പറയുന്നത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷനാണ്. NPE 1986 ഭയങ്കര മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള എഡ്യൂക്കേഷനിൽ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു പോളിസിയാണ്. ഇവരെന്താ പറഞ്ഞത്, ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിൽ അസസ്മെൻറ്റ് ഒരു ക്രൂഷ്യലായിട്ടുള്ള പാർട്ട് ഉണ്ട് എന്നുള്ളത് അവർ ആദ്യമേ പറഞ്ഞു വെച്ചു NPE. ഇനി അവർ പറഞ്ഞ മേജർ ചേഞ്ചസ്, മെമ്മറൈസേഷനെ ഒക്കെ കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. കൺസെപ്ച്വൽ ലേണിങ്ങിനായിട്ടുള്ള കൺസെപ്റ്റ് പഠിക്കുക, അത് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ അപ്ലൈ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് പഠനത്തിനെയും കൊണ്ടുവരണം. അതിനനുസരിച്ചിട്ടുള്ള ഇവാലുവേഷൻ കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 1986 NPEയിലാണ് CC ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ മാർക്കുകളൊക്കെ ഗ്രേഡുകൾ വെച്ച് റീപ്ലേസ് ചെയ്തു. മാർക്കിന് പകരം ഗ്രേഡ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പിന്നെ സെമസ്റ്റർ സിസ്റ്റം, സെക്കൻഡറി ലെവൽ തൊട്ടിട്ട്
സെമസ്റ്റർ സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അതേപോലെ ഒരു നാഷണൽ എക്സാമിനേഷൻ റീഫോം ഫ്രെയിം വർക്ക് അങ്ങനെ ഒരു ഫ്രെയിം വർക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ മൊത്തത്തിലുള്ള രാജ്യത്ത് ആകമാനമുള്ള എക്സാമിനേഷനുകളെയൊക്കെ ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ഈ നാഷണൽ എക്സാം റീഫോം ഫ്രെയിം വർക്ക് അങ്ങനെ ഒരു സംഗതി കൂടെ അവർ സജസ്റ്റ് ചെയ്തു. NP 1986 സജസ്റ്റ് ചെയ്തു. അടുത്തത് ഈ NP 1986 പ്രോഗ്രാം ഓഫ് ആക്ഷനും പിന്നെ 1992 പ്രോഗ്രാം ഓഫ് ആക്ഷനും രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. 2 പബ്ലിക് എക്സാമിനേഷൻ മതി എന്നാണ് ഈ പ്രോഗ്രാം ഓഫ് ആക്ഷൻ പറയുന്നത്, 10ലും +2ലും. അതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടത്. പണ്ടൊക്കെ 7ാം ക്ലാസ്സിലൊക്കെ ആ രീതിയിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. പണ്ടത്തെ നമ്മുടെ ഗ്രാൻഡ് പാരൻസ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. മെട്രിക് ലെവൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോന്നുണ്ടല്ലോ. അതൊന്നും വേണ്ട, 10th-ലും 12th-ലും മാത്രം മതി പബ്ലിക് എക്സാമിനേഷൻ എന്ന് പറഞ്ഞു. അതേപോലെ കണ്ടിന്യൂസ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇവാലുവേഷൻ അറ്റ് ദ യൂണിവേഴ്സിറ്റി ലെവൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷനൊക്കെ എൻകറേജ് ചെയ്തു. പിന്നെ റെക്കമെൻഡഡ് ഡീസെൻട്രലൈസിങ് എക്സാംസ് ബൈ സെറ്റിംഗ് അപ്പ് സ്റ്റേറ്റ് സ്കൂൾ ബോർഡ്സ് ഓഫ് എഡ്യൂക്കേഷൻ. കുറച്ചും കൂടി ഈ എക്സാമിനേഷനൊക്കെ ഡീസെൻട്രലൈസ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്തു. വികേന്ദ്രീകരിച്ചിട്ട് കുറച്ചും കൂടെയൊക്കെ ഫ്ലെക്സിബിൾ ആക്കാനൊക്കെ റെക്കമെൻഡ് ചെയ്തു. അതേപോലെ ഗ്രേഡിംഗ് സിസ്റ്റത്തിനൊക്കെ കൊണ്ടുവരാൻ, മാർക്കിന് പകരം ഗ്രേഡിംഗ് സിസ്റ്റങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ അവരൊരു സജഷൻ വെച്ചു. പിന്നെ പ്രപ്പോസ്ഡ് എസ്റ്റാബ്ലിഷിംഗ് എ നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് ഫോർ സ്റ്റാൻഡർഡൈസ്ഡ് അസസ്മെൻറ്റ് അക്രോസ് ഇന്ത്യ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഇതേപോലെ ഒരു ഫ്രെയിം വർക്ക് കൊണ്ടുവരേണ്ട കാര്യമൊക്കെ പറഞ്ഞു. മൊത്തത്തിൽ ഇന്ത്യയിലുള്ള എക്സാമിനേഷൻ അസസ്മെൻറ്റ് നടത്തുന്നതിനൊക്കെ ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട്. അതേപോലെ നമ്മുടെ പ്രോഗ്രാം ഓഫ് ആക്ഷൻ 1986-ലും അതേപോലെ 1992-ലും രണ്ടുപേരും എന്ത് ചെയ്തു, നാഷണൽ ടെസ്റ്റിംഗ് സർവീസ് ഇതേപോലെ നമ്മുടെ അസസ്മെൻറ്റുകളൊക്കെ ഒന്ന് ഓൾ ഓവർ ദ കൺട്രി സ്റ്റാൻഡർഡൈസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ടെസ്റ്റിംഗ് സർവീസിനെ പ്രപ്പോസ് ചെയ്തു. അടുത്തത് നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ റിവ്യൂ കമ്മിറ്റി, NPERC എന്ന് പറയും, 1990-ലെ, അല്ലെങ്കിൽ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി എന്നും പറയും. അവർ പറഞ്ഞത് ഈ എക്സാമിനേഷൻ റീഫോംസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ടാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ഐസൊലേറ്റഡ് സ്റ്റെപ്പുകളല്ലാണ്ട്. ഇപ്പോൾ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മൊത്തത്തിലൊരു സ്റ്റഡി നടത്തിയിട്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. അല്ലാതെ കുറേശ്ശെ ഐസൊലേറ്റഡ് സ്റ്റെപ്പുകളായിട്ട് നടത്താണ്ട് മൊത്തത്തിലൊരു കംപ്ലീറ്റ് പാക്കേജ് ആയിട്ട് നടത്തണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സെമസ്റ്റർ സിസ്റ്റവും കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഇവാലുവേഷനൊക്കെ റെക്കമെൻഡ് ചെയ്തു ഈ രാമമൂർത്തി റിവ്യൂ കമ്മിറ്റി. അതേപോലെ നാഷണൽ എക്സാമിനേഷൻ റീഫോം കമ്മീഷൻ പ്രപ്പോസ് ചെയ്തു. അങ്ങനെ ഒരു കമ്മീഷൻ ഫോർമേറ്റ് ചെയ്യാനൊക്കെ ഈ എക്സാമുകളെയൊക്കെ നടത്താൻ, എക്സാം റീഫോംസുകളൊക്കെ മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നാഷണൽ എക്സാമിനേഷൻ റീഫോം കമ്മീഷൻ ഫോം ചെയ്യാവുന്ന കാര്യം പ്രപ്പോസ് ചെയ്തു. അടുത്തത് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ CABE, ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി 1992-ൽ പറഞ്ഞ കാര്യങ്ങളാണ്. അവർ കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഇൻറ്റേർണൽ ഇവാലുവേഷനിലാണ് കൂടുതൽ സ്ട്രെസ് ചെയ്തത്. അതായത് നമ്മുടെ CCE പോലെ തന്നെ 86-ലെ NPEയിൽ CCE പറഞ്ഞെങ്കിലും അതിനെ കുറച്ചും കൂടെ സ്ട്രെസ് ചെയ്തിട്ട് പറഞ്ഞു നമ്മുടെ ജനാർദ്ദന റെഡ്ഡി കമ്മിറ്റി. അതേപോലെ NCERT ആൻഡ് UGC ഷുഡ് ലീഡ് എക്സാമിനേഷൻ റീഫോം എഫേർട്സ് എന്ന് പറഞ്ഞു. നമ്മുടെ NCERT ഇപ്പോൾ അവരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് അന്നേ അവർ റെക്കമെൻഡ് ചെയ്തു. NCERTയും UGC ഒക്കെ എന്ത് ചെയ്യണം, നമ്മുടെ എക്സാമിനേഷൻ റീഫോമുകളൊക്കെ ലീഡ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ നാഷണൽ എക്സാമിനേഷൻ റീഫോം ഫ്രെയിം വർക്ക്, ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഓൾ ഓവർ ദ കൺട്രി ഒരു സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട് എക്സാമിനേഷൻ നടത്താനും അതിന് ഗൈഡ് ലൈൻസ് കൊടുക്കാനൊക്കെ ഒരു നാഷണൽ എക്സാമിനേഷൻ റീഫോം ഫ്രെയിം വർക്ക് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സജസ്റ്റ് ചെയ്തു നമ്മുടെ CABE 1992-ൽ. അടുത്തത് NCF ആണ്, നാഷണൽ കരിക്കുലം ഫ്രെയിം വർക്ക് 2005-ൽ. NCF എന്തൊക്കെയാണ് പറഞ്ഞു നോക്കാം. നമ്മുടെ 10th എക്സാംസൊക്കെ ഓപ്ഷണൽ ആക്കാം. ഇപ്പോൾ ഒരിടയ്ക്ക് ഇപ്പം അങ്ങനെയാണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. CBSEയുടെയൊക്കെ എക്സാം ചിലത് ഓപ്ഷണലായിരുന്നു, സ്കൂളുകൾക്ക് നടത്താം, മറ്റത് CBSEനെ ബോർഡ് നേരിട്ട് നടത്തും. ഏതോ ഒരു വർഷത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു, അതോ ഇപ്പം മൊത്തം അങ്ങനെ നടക്കണമെന്നറിയാം 10th എക്സാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് NCF 2005-ൽ റെക്കമെൻഡ് ചെയ്താണ്. അപ്പോൾ ഒരേ സ്കൂളിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നവർക്ക് 10ലെ ബോർഡ് എക്സാം വേണമെങ്കിൽ എഴുതിയാൽ മതി, അല്ലെങ്കിൽ മറ്റേ സാധാ എക്സാം എഴുതിയിട്ട് +1 +2 ഒക്കെ അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാം. അത് ഓപ്ഷണലാക്കി, 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാം ഓപ്ഷണലാക്കി. പിന്നെ അഡ്വക്കേറ്റഡ് ഫോർ എ ഷിഫ്റ്റ് ഫ്രം റോഡ് ബേസ്ഡ് എക്സാം ടു സ്കിൽ ബേസ്ഡ് അസസ്മെൻറ്റ്. നമ്മൾ
ഈ റീഫോംസ് ഒക്കെ നടത്തുന്നതേ ഇതിനാണ്. നമ്മൾ റോഡ് മെമ്മറി കാണാപ്പാഠം പഠിച്ച് എഴുതുന്നതിനേക്കാൾ നമ്മൾ എന്ത് ചെയ്യണം, സ്കിൽ ബേസ്ഡ് അസസ്മെൻ്റ് ആക്കണം. നമ്മൾ കൺസെപ്റ്റുകൾ മനസ്സിലാക്കി നമ്മുടെ സ്കില്ലുകൾ മനസ്സിലാക്കി ഓരോരുത്തർക്കുള്ള സ്കില്ലുകൾ അസസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പോൾ നമ്മുടെ ക്രിയേറ്റിവിറ്റിയും അനലിറ്റിക്കൽ സ്കില്ല്, റീസണിങ്, പ്രോബ്ലം സോൾവിങ് അങ്ങനത്തെ സ്കില്ലുകളൊക്കെ അസസ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ അസസ്മെൻറ്റ് മാറണമെന്ന് അവർ പറഞ്ഞു. പിന്നെ ഓപ്പൺ ബുക്ക് എക്സാമുകളൊക്കെ അവർ കുറച്ചും കൂടെ കൊണ്ടുവരാനും അതിനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി NCF. പിന്നെ അതേപോലെ നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 100 മാർക്കിനുള്ള ചോദ്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള എസ്സേ ക്വസ്റ്റ്യൻ, ഷോർട്ട് എസ്സേ, 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകളെ ഒരു മിക്സ് ഓഫ് റിട്ടൺ എക്സാം, ഇതേപോലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ബേസ്ഡ് ആയിട്ടുള്ള എക്സാം 100 മാർക്കിനാണ് അസസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിട്ടൺ എക്സാമിൻ്റെ ബേസിൽ, ഓറൽ ടെസ്റ്റ്, ആക്ടിവിറ്റി ബേസ്ഡ് ആയിട്ടുള്ള പ്രാക്ടിക്കലായിട്ടുള്ള എക്സാമുകളുടെ ബേസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കുട്ടികളെ ഇവാലുവേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതായത് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ബേസിൽ മാത്രം മാർക്കിനെ ഡിവൈഡ് ചെയ്ത് മാർക്ക് കൊടുത്തിട്ട് കുട്ടികളെ അസസ് ചെയ്യുന്നതിന് പകരം പല രീതിയിൽ അവരുടെ സ്കില്ലുകളൊക്കെ അസസ് ചെയ്യുന്ന രീതിയിൽ ആ മാർക്കിനെ നമ്മൾ റിട്ടൺ ആയിട്ടും മോറലായിട്ടും ഒക്കെ ഡിവൈഡ് ചെയ്ത് കുട്ടികളെ അസസ് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്തത് KCF ആണ്, കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2007 2013 രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് പോയിൻറ്റ്സ് ആക്കിയിരിക്കുകയാണ്. അവർ പറഞ്ഞത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആയിരിക്കണം, നമ്മുടെ ലേണിംഗ് ആക്ടിവിറ്റീസിൻ്റെ കൂട്ടത്തിൽ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ നടത്തണം എന്നാണ് KCF പറഞ്ഞത്. അതേപോലെ നമ്മളിപ്പോൾ സാധാരണ ക്ലാസ് റൂമിലൊക്കെ നടക്കുന്ന പോലെ തന്നെ പഠനം നടക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ CE മാർക്കുകളും ഇങ്ങനെ വേണോളും, അതായത് കണ്ടിന്യൂസ് ഇവാലുവേഷൻ അവിടെ നടന്നോളും. പിന്നെ ടീച്ചേഴ്സ് ഷുഡ് ഹാവ് റൈറ്റ് ടു ഇവാലുവേറ്റ് സ്റ്റുഡൻസ് പ്രോഗ്രസ് എന്നാണ് പറഞ്ഞത്. അതായത് കുട്ടികളുടെ പ്രോഗ്രസ് ടീച്ചേഴ്സിന് കുറച്ചും കൂടി ഒരു അതോറിറ്റി കൊടുക്കാൻ, അവർക്ക് കുറച്ചും കൂടെ അസസ് ചെയ്യും. ഇപ്പോൾ ഈ CC വന്ന എന്തായി, ടീച്ചേഴ്സിന് കുറച്ചും കൂടെ എന്തായി അധികാരവും അവകാശമൊക്കെ ആയി കുട്ടികളെ മോണിറ്റർ ചെയ്യുന്ന കാര്യത്തിൽ. ഈ CE മാർക്ക് മുഴുവനായിട്ടും ടീച്ചേഴ്സിൻ്റെ കയ്യിലായിരിക്കണം അല്ലേ. ടീച്ചേഴ്സാണ് അവർക്ക് പല രീതിയിലുള്ള അസസ്മെൻറ്റുകൾ നടത്തിയിട്ട് അവരെ അസസ് ചെയ്യുന്നത്. അപ്പോൾ ടീച്ചേഴ്സ് എന്ത് ചെയ്യണം, അവർക്ക് കുറച്ചും കൂടെ കുട്ടികളെ പ്രോഗ്രസ്സിന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. നമ്മൾ CCE നടത്തുമ്പോൾ തന്നെ നമുക്കറിയാം, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇവാലുവേഷൻ നടത്തുമ്പോൾ തന്നെ അറിയാം, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇവാലുവേഷൻ ടെക്നിക്കുകൾ ഉപയോഗിക്കണം. ഒന്നിനെ മാത്രം നമ്മൾ ആശ്രയിച്ചിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ അസസ്മെൻറ്റിൻ്റെ ക്വാളിറ്റീനെ ബാധിക്കും. അതേപോലെ ഓപ്പൺ ബുക്ക് എക്സാം, ഓൺലൈൻ ആയിട്ടുള്ള എക്സാമുകൾ, പിന്നെ ക്വസ്റ്റ്യൻസ് അഡ്വാൻസ് ആയിട്ട് പബ്ലിഷ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്തിട്ട് അങ്ങനത്തെയൊക്കെ എക്സാമുകളെ കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്തു. അതായത് നമ്മുടെ എക്സാം കുറച്ചും കൂടെ ട്രാൻസ്പെറൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഇത്തരം എക്സാം സ്ട്രാറ്റജീസൊക്കെ പ്രൊമോട്ട് ചെയ്തു. അതേപോലെ മാർക്കിന് പകരം ഗ്രേഡുകളൊക്കെ സജസ്റ്റ് ചെയ്തു. പിന്നെ സെൽഫ് ഇവാലുവേഷൻ, കുട്ടികൾ തന്നെ സെൽഫ് ഇവാലുവേറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും എന്നൊക്കെ സജസ്റ്റ് ചെയ്തു. പിന്നെ ബോർഡ് എക്സാമുകളിൽ നമുക്ക് സബ്ജക്റ്റ് ചോയ്സുകളിൽ ഫ്ലെക്സിബിലിറ്റി അഡ്വക്കേറ്റ് ചെയ്തു. എത്രത്തോളം ഇത് വേണമെന്നുള്ള സബ്ജക്റ്റ് ചോയ്സുകളൊക്കെ നമുക്ക് സബ്ജക്റ്റ് ചൂസ് ചെയ്യാനുള്ള ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ കൊണ്ടുവരണം എന്നൊക്കെ KCF പറഞ്ഞു. ഇനി ഈ റീഫോമുകളുടെയൊക്കെ ഇമ്പാക്റ്റ് എന്താണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫായിട്ട് നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ എക്സാമിനേഷൻ റീഫോം റിപ്പോർട്ടുകളെ പറ്റിയിട്ടൊരു എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു കൺക്ലൂഡിങ് പാരഗ്രാഫായിട്ട് ഇത് നിങ്ങൾക്ക് എഴുതാം. സ്വാഭാവികമായിട്ടും കുട്ടികളിലുള്ള സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ, എക്സാം സ്ട്രെസ്സും ആങ്സൈറ്റിയും ഒക്കെ കുറയ്ക്കും. അതേപോലെ തന്നെ നമ്മൾ ഈ റീഫോംസ് പറയുന്നതൊക്കെ എന്താണ്, റോഡ് മെമ്മറൈസേഷനെ കുറച്ച് വന്നിട്ട് കൺസെപ്റ്റ് ലേണിങ്ങും സ്കിൽ ബേസ്ഡ് അസസ്മെൻറ്റ് നടത്തുക, അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് കൺസെപ്ച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെ എൻകറേജ് ചെയ്യും. അതേപോലെ തന്നെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കുട്ടികളെ ഒരു പരീക്ഷ നടത്തി അസസ് ചെയ്യുന്നതിന് അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം, കുട്ടികളുടെ എല്ലാ ഡെവലപ്മെൻറ്റുകളും അസസ് ചെയ്യണം. പേഴ്സണാലിറ്റി ട്രേറ്റുകളും അതേപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതും കോ കരിക്കുലർ ആയിട്ടുള്ള ആസ്പെക്റ്റുകളും ഒക്കെ. അപ്പോൾ ഒരു ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റിന് അവിടെ അതിനെ ഒക്കെ അസസ് ചെയ്യുന്നതിനൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇന്നവേറ്റീവ് ആയിട്ടുള്ള അസസ്മെൻറ്റ് ടെക്നിക്സുകളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേപോലെ ഗ്രേഡിംഗ് സിസ്റ്റം കൊണ്ടുവന്നു, ഓപ്പൺ ബുക്ക് എക്സാം കൊണ്ടുവന്നു, കണ്ടിന്യൂസ് ഇവാലുവേഷൻ കൊണ്ടുവന്നു. ഇതൊക്കെ ഈ റീഫോമുകളുടെ ഭാഗമായിട്ട് വന്നതാണ്. അതേപോലെ ഡീസെൻട്രലൈസ് ചെയ്യാൻ തുടങ്ങി, എക്സാമിനേഷൻ പ്രോസസ്സുകളൊക്കെ ഡീസെൻട്രലൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ടീച്ചർ ലെഡ് അസസ്മെൻറ്റുകളൊക്കെ വന്നപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ് റൂം ബേസ്ഡ് ആയിട്ടുള്ള അസസ്മെൻറ്റുകളൊക്കെ ടീച്ചറാണ് മുന്നിൽ നിന്ന് നയിക്കുക. ആ അസസ്മെൻറ്റുകളൊക്കെ നടത്തുക ടീച്ചേഴ്സാണ്. അപ്പോൾ ടീച്ചർ ലെഡ് അസസ്മെൻറ്റുകളൊക്കെ വന്നു. ഇത്രയുമാണ് ഇതിൻ്റെ ഇമ്പാക്റ്റുകൾ പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്